ആയിട്ടൊരു ഗിഫ്റ്റ് ഉണ്ട്. ധൻരാജ്, ഹേയ് ഹേയ് ഷിറ്റ്. ധൻരാജ്, ഹേയ് ഹേയ് ധൻരാജ്. എന്താടാ ഭയന്നു പോയോ? ഇങ്ങോട്ട് വാ. ഭരത്, ഭരത്, ഭരത്. ധൻരാജ്, എടാ ധൈര്യശാലി, ഒരു നിമിഷം മുമ്പ് എത്തിയിരുന്നെങ്കിൽ കൊല്ലപ്പെട്ട നിന്റെ മകന്റെ ചാരം നിനക്ക് കാണാമായിരുന്നു. എന്റെ മകന്റെ ബോഡിയെങ്കിലും കിട്ടിയല്ലോ. നിനക്കതിന് പോലും ഭാഗ്യമില്ല. വിശ്വാസമായില്ലെങ്കിൽ താഴേക്ക് നോക്കടാ. എന്റെ കളികൾ ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് ഈസ് ഓവർ. സെക്കൻഡ് ടാർഗറ്റ് നിന്റെ മോള്. ഐ എം സോറി ശ്യാം, എനിക്കും വളരെയേറെ വിഷമമുണ്ട്. നിന്റെ നഷ്ടം വളരെ വലുതാ. എന്നാലും കൺട്രോൾ വിടരുത്. എന്ത് കൺട്രോളാ സർ? എന്റെ മകൻ മരിച്ചു എന്നറിഞ്ഞാൽ പിന്നെ എന്റെ ഫാമിലി ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് ഞാൻ അവരോട് സത്യം പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞ് റിസൈൻ ചെയ്യാൻ പോണോ? വീണ്ടും ആ ധൻരാജിനെ എതിർത്താൽ ചിലപ്പോൾ എന്റെ മകൾ കൂടി എനിക്ക് നഷ്ടപ്പെടും. അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ കയ്യിൽ ഗണ്ണ് തരുന്നത് കുറ്റവാളികളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ബുള്ളറ്റിന് നമ്മൾ തന്നെ ബലിയാടാവാറുണ്ട്. അപകടം ഏത് വഴിക്കൊന്നും വരാം. എന്നാലും നമ്മൾ ഡ്യൂട്ടി ചെയ്യണം. ഞാനും ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് സർ. എന്നാൽ ക്രിമിനൽസിന് ഞാൻ ശത്രുവാണ്. അല്ലെങ്കിൽ കോടതി അവനെ സിറ്റിയിൽ നിന്ന് ദൂരെയാക്കിയതിന് അവൻ എന്റെ മകനെ എന്നിൽ നിന്ന് ദൂരെയാക്കണോ? ജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനുണ്ട്. എന്നാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണുള്ളത്? ഒരാളുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സെക്യൂരിറ്റി ദൈവമാണെങ്കിൽ നിനക്കും നിന്റെ ഫാമിലിക്കും ആ ദൈവം സെക്യൂരിറ്റിയായി ഉണ്ടാവും. ആരാ നിങ്ങള്? എന്നെ എന്തിനാ വെടിവെച്ചേ? മരണത്തെ ഭയന്ന് പേടിച്ചോടുന്നവനോട് എന്നെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. മരിച്ച ശേഷം നിനക്ക് ബോധം ഉണ്ടാകുമെങ്കിൽ അപ്പ ബോധ്യമാകും. ഹലോ, ഇപ്പോഴേ പണി തുടങ്ങിക്കഴിഞ്ഞു. എപ്പോഴൊന്ന് വരും വരും വരുമോ സ്വപ്നലോക സ്വയം വരനാള്. ചെപ്പിൽ നിന്നും കണ്ടെടുത്ത സ്വത്തല്ലോ ബോയ്ഫ്രണ്ട് റൈറ്റ് നൗ. രസലഹരിതൻ വേള വേള, ഇളവയസ്സിലെ ഏതോ ലീല, മനസ്സിലെ ഏതോ ഏതോ ജ്വാല. Asking for a boyfriend right now.
the one that who could make me feel a rush if I lay. Everybody come on, let me know if the only one who's gonna take me wanna trust. എപ്പോഴൊന്ന് വരുമെന്നോ എന്നെ 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 എപ്പോഴൊന്ന് കാണുമെന്നോ ഇനി ഞങ്ങൾ എങ്ങനൊന്ന് ലവാകുമോ അവൻ എന്നെ എവിടൊക്കെ തൊടുമെന്നോ പിന്നെ എന്നെ എന്തൊക്കെ ചെയ്യുമെന്നോ എപ്പോഴൊന്ന് വരുമെന്നോ അവൻ എന്നെ എവിടെല്ലാം തൊടുമെന്നോ കയ്യാൽ എന്തൊക്കെ കാട്ടുമെന്നോ പിന്നവൻ സ്വർഗവാതിൽ തുറന്നിടുമോ If I lay, everybody come on let me know if you know the one that who could make me feel a rush if I lay, everybody come on let me know if the only one who's gonna take me wanna trust എപ്പോഴൊന്ന് വരുമെന്നോ എന്നെ 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 എപ്പോഴൊന്ന് കാണുമെന്നോ ഇനി ഞങ്ങൾ എങ്ങനൊന്ന് ലവാകുമോ അവൻ എന്റെ എവിടൊക്കെ തൊടുമെന്നോ പിന്നെ എന്നെ എന്തൊക്കെ ചെയ്യുമെന്നോ മണിവിളക്കുകൾ അണയുമോ അറിയാതെ ഈ മണവറയ്ക്കുള്ളിലെ മധുവിധുവിൽ സ്വയം മറന്നുറങ്ങുമോ നിർവൃതിയിൽ ഞാൻ എൻ മഹാരാജ പൊന്മണി രാജ മണിവിളക്കുകൾ അണയുമോ അറിയാതെ ഈ മണവറയ്ക്കുള്ളിലെ മധുവിധുവിൽ സ്വയം മറന്നുറങ്ങുമോ നിർവൃതിയിൽ ഞാൻ എൻ മഹാരാജ പൊന്മണി രാജ 6 feet height on a 6 pack chest on a Hollywood model pole young hero കടക്കണ്ണിൽ കരണ്ടാണ് ഉടുമ്പിന്റെ പിടിയാണ് ഉരുക്കിന്റെ കരുത്തുള്ളൊരുടലല്ലോ ഉടലല്ലോ അവനേറെ ഇഷ്ടപ്പെട്ട കളർ ഏതോ ആ സ്വപ്നറാണി തൻ സ്റ്റൈൽ ഏതോ അവനെന്നും കഴിക്കുന്ന ബ്രാൻഡ് ഏതോ പ്രിയമുള്ള പെറ്റോഗ് ഏതോ എപ്പോഴൊന്ന് വരുമെന്നോ എന്നെ 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 എപ്പോഴൊന്ന് കാണുമെന്നോ ഇനി ഞങ്ങൾ എങ്ങനൊന്ന് ലവാകുമോ അവൻ എന്റെ എവിടൊക്കെ തൊടുമെന്നോ പിന്നെ എന്നെ എന്തൊക്കെ ചെയ്യുമെന്നോ You and me, going to me, happy, happy lovers, and don't you wanna see? Yeah, yeah. All I want, honey, yo, listen to me. I wanna match a man who can set me free. Yeah. Whoa, 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 whoa. സിനിമ ഹീറോ പോൽ സ്റ്റാറായി പോയല്ലോ കട്ടൗട്ടും ഫ്ലെക്സുമാണ് നാടാകെ കരീന കത്രീന അനുഷ്ക പ്രിയങ്ക ഗ്ലാമർ ഗേൾസ് എല്ലാരും പിന്നാലെ പിന്നാലെ ആ സോഫ്റ്റ്വെയർ മനസ്സിനുള്ളിൽ ഈ സ്വീറ്റ് 17 സേവ് ചെയ്യൂ ലൈഫ് ലോങ് വിളിക്കാനായി എന്നെ നിൻ ഫോൺ സിം കാർഡാക്കൂ എപ്പോഴൊന്ന് വരുമെന്നോ അവനെന്റെ എവിടെല്ലാം തൊടുമെന്നോ കയ്യാൽ എന്തൊക്കെ കാട്ടുമെന്നോ പിന്നവൻ സ്വർഗവാതിൽ തുറന്നിടുമോ എനിക്ക് ഫ്ലോറിനെക്കാട്ടും ഇഷ്ടം നാടനാ വണ്ടിയാ തിരികെ ഇടിക്കണം അങ്ങോട്ട് ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ അവതരിക്കുന്നവനാണടാ ഞാൻ.
ആ നിക്ക് ഇവൻ എന്തോ പറയണമെന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. എടാ നിനക്ക് ബ്രൂസ്ലി അറിയോ? കുങ്ഫു ഫൈറ്റർ, ജാക്കി ചാൻ? ഫണ്ണി ഫൈറ്റർ. ഞാനൊരു ബ്ലഡി ഫൈറ്ററാ. ഒന്ന് തന്നാൽ ചോര ശ്രദ്ധിക്കും. പിന്നെ ഡാ ചെല്ലടാ. ഇവൻ കയ്യും കെട്ടിയാണല്ലോ അടിക്കണത്. ഹലോ, ഇവിടെ ഒരുത്തൻ നമ്മുടെ ആളുകൾ അടിച്ചു നിരപ്പാക്കുന്നു. ദേവ, നിങ്ങളുടെ സെക്യൂരിറ്റി ഓഫീസർ. അഞ്ജലി, അഞ്ജലി ഇല്ല, തരില്ല. മോളെ നിക്ക്. തരില്ല. അപ്പൊ മുത്തച്ഛന് ഉണ്ടെന്നാ? ഷുഗർ അല്ലേ, ഇത് എന്താ കഴിക്കാൻ ചക്കരയല്ലേ? പാടില്ലല്ലോ. ഓർമ്മ കൂടെ ഒരു ഷുഗർ ഫാക്ടറിയുമായിട്ട് നടന്നിട്ടാ കൊച്ചിനോട് ഈ ചോക്ലേറ്റ് ചോദിക്കുന്നത്. നാണമില്ലേ നിങ്ങൾക്ക്? അഞ്ജലി, എടാ, എന്താണ് ഇത്? എന്താ? ഒന്നുമില്ലമ്മേ. ഈ കെട്ടെന്താടാ? അച്ഛാ, എനിക്കൊന്നുമില്ല എന്താ അച്ഛാ. പറ്റിയത്? മോളെ സത്യ, അയ്യോ, ഫ്രാക്ചർ ആയിരിക്കുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത് ഈ പോലീസ് ഉദ്യോഗം വേണ്ടെന്ന്. ഞാൻ ഭയപ്പെട്ടത് ശരിയായി. ചെറിയൊരു ആക്സിഡന്റാ. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ദേവാ, സർ. ഞാൻ പറഞ്ഞില്ലേ ഇവരെന്നെ സ്നേഹം കൊണ്ടങ്ങ് കൊല്ലുക. ആ ഇതെന്റെ അമ്മ. നമസ്കാരം അമ്മേ. അച്ഛൻ, നമസ്കാരം. എന്റെ വൈഫ് സത്യ. മൈ ഡോട്ടർ അഞ്ജലി. ഇത് എന്റെ ഫ്രണ്ട് ലിയോ. അച്ഛാ, ഇത് ദേവ, എന്റെ സെക്യൂരിറ്റി ഓഫീസർ. ഔട്ട് ഹൗസ് കാണിച്ചു കൊടുക്ക്. ആ ആഹാ, ഇപ്പോഴും ടി വി കണ്ടിരിക്കുകയാണോ? പോയി കിടന്നുറങ്ങ്. പ്ലീസ് മമ്മി, 5 minutes. ഓൺലി 5 minutes. ദേ പിന്നെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ? കാഴ്ചയിൽ അയാൾ സെക്യൂരിറ്റി ആയിട്ട് തോന്നുന്നില്ല. സെൻട്രൽ ജയിലിൽ നിന്ന് വന്ന പോലുണ്ട്. സത്യ, ദേവന് ഭക്ഷണം കൊടുത്തയച്ചോ? നിങ്ങൾക്കെന്താ, അയാൾ നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? പിന്നെന്തിനാ നിങ്ങൾ അയാളെ കുറിച്ച് ആലോചിക്കുന്നത്? അത്രയ്ക്കൊന്നും വേണ്ട. സത്യ, ഹലോ, ഡ്രൈവിംഗ് അറിയാമോ? ഷൂട്ട് ചെയ്യാൻ അറിയാത്തവൻ തോക്കൊന്നും എടുക്കാറില്ല. ഡ്രൈവിംഗ് അറിയാത്തവൻ സ്റ്റിയറിംഗും പിടിക്കാറില്ല. മര്യാദയ്ക്ക് അകത്ത് കയറി കുത്തിരിക്കും. തോക്ക് കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. പ്രയോഗിക്കേണ്ടടുത്ത് പ്രയോഗിക്കാൻ അറിയണം. കേറ്. ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ജീൻസ് ഊരി പോകില്ല. ഇട്ടിട്ടുണ്ട്. ഞാൻ അതല്ലേ ചോദിച്ചേ, സീറ്റ് ബെൽറ്റ്. ഹലോ, വണ്ടി ഓടിച്ചാ മതി. ബോർഡ് ചെക്കനൊക്കെ എന്നെ പഠിപ്പിക്കാൻ വരുന്നു. കൊല്ലാൻ കൊണ്ടുപോകണോ? Stop, please. ഒന്നും പറ്റില്ലല്ലേ? കൈ എവിടെ? മരണം ഇവന്റെ കൈ കൊണ്ട് തന്നെയാന്ന് ഉറപ്പായി. ഇതുകൊണ്ട് ആ സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് പറഞ്ഞ. ഏയ്, ആരാ നീ? ചാവാൻ ഈ വണ്ടി കിട്ടിയോളോ? ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഹലോ, വെറുതെ അവളോട് കളിക്കണ്ട. വണ്ടിയിലേക്ക് കയറ്റ്. പേര് ഐഷു, മോളുടെ ഫ്രണ്ടാ.
കണ്ടവർക്കൊക്കെ ലിഫ്റ്റ് കൊടുക്കുന്നത് സ്കൂൾ ബസ്സാ സിറ്റി ബസ്സാ? അവൾ ഈ വണ്ടി തന്നെ വരും. ഇറ്റ്സ് മൈ ഡിസിഷൻ. ലിഫ്റ്റ് കൊടുക്കുന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ പുറത്തിറങ്ങും ഞാൻ. സീരിയസാ? എന്താടാ ഡൗട്ട് ഉണ്ടാ? ഞാൻ തമാശ ഒന്നും പറയാറില്ല. എന്തേ പേടിച്ചു പോയാ? Okay, bye, boss. തമാശ പറഞ്ഞ അപ്പൊ കാര്യാക്കും ശാപം. എന്താ മോളെ, അവളെ കേട്ടില്ലെന്ന് പറഞ്ഞ് ദേഷ്യമാ? മനസ്സിന് ഇഷ്ടമുള്ളവരെ കുറിച്ച് വിചാരിച്ചോ, അത് മതി ദേഷ്യം മാറാൻ. അറിയാം എനിക്ക്. അഞ്ജലി ഹായ്. ചെല്. ചേച്ചി എത്തിക്കഴിഞ്ഞല്ലോ. യെസ് മൈ ഡിയർ. കോളേജിൽ പോണ്ടേ? നിനക്ക് ചോക്ലേറ്റ് കൊണ്ടു തന്നിട്ട് കോളേജിൽ പോവാന്ന് കരുതി. ദാ, എടുത്തോ. കൊതിക്കല്ലേ? താങ്ക് യു ചേച്ചി. നിങ്ങൾ ലിഫ്റ്റ് തന്നില്ലെങ്കിൽ എനിക്കെന്താ ഇവിടേക്ക് വരാൻ പറ്റില്ലേ? നീ കൊടുത്തില്ലെങ്കിൽ എന്താ, ഇവക്ക് കൊടുക്കാൻ ഒരുപാട് ആമ്പിളേർ ക്യൂ നിൽക്കുവല്ലേ. എന്താ ഒരു പെണ്ണ് ഫോളോ ചെയ്യുന്നോർത്ത് വിഷമിക്കുക? കണ്ണു അടച്ചോണ്ട് ഇഷ്ടമുള്ളവരെ വിചാരിച്ച വിഷമെല്ലാം പോയില്ലേ? സൂപ്പർ ചേച്ചി. ഇതാ ചേച്ചിക്കുള്ള ചോക്ലേറ്റ്. താങ്ക് യു. അഞ്ജലി ഹായ് മീനു. ഇത് നീ എടുത്തോ. വാ മോളെ, ക്ലാസ് ടൈം വന്നു. ഒരു കാര്യം മറക്കണ്ട, അവൻ ഭൂമി കുഴിച്ച് നടക്കുന്ന ഒരു ഭൂതത്താനാണ്. അവനെ അത്ര പെട്ടെന്ന് ഒതുക്കാൻ കഴിയില്ല. ഐഡിയ. എന്താ? പിശാചിന്റെ വേഷമിട്ട് പേടിപ്പിച്ചാലോ? അത് ദേവനെ ശരിക്കറിയാഞ്ഞിട്ടാണ്. അവൻ പിശാചിന്റെ ഗോഡ്ഫാദറാ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? മദ്യം കൊണ്ട് കളിച്ചാലോ? നിങ്ങളല്ല ഈ ടൈഗർ. ഡാഡി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഡാഡി ഞാനൊരു ടെസ്റ്റ് ചെയ്തോട്ടെ? ഓക്കെ മോളെ, കണ്ണടച്ചോണ്ട് സൈൻ ചെയ്ത് തരണം. ഓക്കെ? ചെയ്യാം. ഫസ്റ്റ് ഞാൻ. ഓക്കെ. കൈ കാണിക്ക്. വെരി ഗുഡ്. ഇപ്പൊ ഡാഡി കണ്ണു മുടിക്കോ. ഇപ്പൊ സൈൻ ചെയ്യ്. എവിടെ? ദേ ഇവിടെ. നിങ്ങൾ എന്തേ കാണിച്ചേ? അവൾ എന്താ ചെയ്തെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ സത്യം ഇത്? ഇതാണ് അവളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്. അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെ ഒപ്പിട്ടത്. അവളുടെ മാർക്ക് ഉണ്ടോ? തീരെ കുറവാ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും. സാരമില്ല സാർ, കൊച്ചുകുട്ടിയല്ലേ. ദേ നോക്ക്, ഇത് നമ്മുടെ കുടുംബകാര്യ. സത്യ. വെളിയിലുള്ളവർ വെളിയിലുള്ള പണി ചെയ്താൽ മതി. നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. സോറി ദേവ. ഇറ്റ്സ് ഓക്കെ സാർ. ഹായ് സ്വീറ്റ് ഹാർട്ട്. നീ എന്നെങ്ങനെ വിളിക്കുമ്പോ എന്റെ ശരീരം ആകെ കോരിത്തരിക്കുക. എനിക്കൊരു സഹായം ചെയ്തു തരുമോ? നിനക്ക് വേണ്ടി ഒരു സഹായമല്ല, എത്ര സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഒരു തവണ അവിടെ ചെന്ന് കുനിഞ്ഞു നിൽക്കുവോ? നിനക്കെന്തോ സൂത്രോപ്പിക്കാനാ? അതെ. എന്താന്ന് വെച്ചാ പറ. പറയില്ല, ചെയ്ത് കാണിക്കാൻ ഞാൻ. ഇവളെന്താണോ ചെയ്യാൻ പോകുന്നത്? ഇവള് തടു ഓടിച്ചു. ഇരുമ്പിന്റെ കാലെന്നാ തോന്നുന്നു. ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. അപ്പാ, അടുത്ത ജന്മത്തിലെങ്കിലും ഒരു കാറായാ മതിയായിരുന്നു. നിങ്ങൾ എന്തിനാ കഴുകുന്നത് ടൈഗർ സാറേ? കഴുകിയില്ലെങ്കിൽ തെറി നീ കേക്കോ? നീ മതിലിയാടിയല്ലേ വന്നേ? ആണല്ലോ. അതായത് നീ അങ്ങനെ ക്യാൻവാസ് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ക്യാൻവാസ് ചെയ്യുന്നു. അപ്പൊ ഒരു കാര്യം, നീ അത് കണ്ടിന്യൂ ചെയ്തോ, ഞാൻ ഇതും കണ്ടിന്യൂ ചെയ്യാം. അല്ല, നീ എന്തിനാ അവനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്? അവൻ എവിടെ ഉണ്ടെങ്കിലും അവിടെ ഉണ്ടാവും ഞാൻ. ആഹാ, അവൻ എവിടെയാണെങ്കിലും നീ അന്വേഷിച്ചു പോവോ? ആ ബാത്റൂമിലാണെങ്കിലോ? ക്ലോസ് ഇറ്റ്. ഡിക്കിയുടെ ഉള്ളിലോ? അപ്പോഴേക്കും വന്നോ? ഞാൻ പഴവിലല്ല, പാവാ. ബോസ് ബോസ്, ഈ കാർ കഴുകാൻ പറഞ്ഞിട്ട്. ഓഹോ, അതിലാണോ പോകുന്നേ? ആ, അപ്പൊ ചിലര് മതില് ചാടിയത് വെറുതെ ആയി. പുറത്തേക്ക് വാ. ഈ വെണ്ണ വെറുതെ അതിനകത്തിട്ട് ഉരുക്കണ്ട. വാ വാ. എന്താണ്? ഐഷു, പണി കിട്ടി. ഡിഷു. ഈ ഫോട്ടോയിലുള്ള സ്ത്രീ അറിയാം? അറിയത്തില്ല സ്വാമി.
നിന്നോട് തന്നെയാ പറഞ്ഞ ഇറങ്ങാൻ. ഇത്തിരി കൂടെ മര്യാദയ്ക്ക് സംസാരിക്കേ. നീ മിണ്ടരുത്, എനിക്കറിയത്തില്ല. Now keep quiet, okay? എന്താടേ? വെറുതെ കളഞ്ഞല്ലോ. കാര്യം പറയുമ്പോ ഇടയ്ക്ക് കയറുന്നോടാ. പാർവതിക്ക് വേണ്ടി അന്ന് ഇങ്ങനെ ദേവദാസ് പൂസായി നടന്നു. എന്റെ ദേവിക്ക് വേണ്ടി ഈ പാർവതി കുറച്ചു കുടിച്ചു. അത് കലക്കി മോളെ. അടുത്ത അടി അടിക്കുന്നവരെ നീ മിണ്ടിപ്പോരുത് കേട്ടല്ലോ. ദേവ, പ്രേമനൈരാശ്യം വന്ന് മദ്യപിക്കുന്നത് എല്ലാം മറക്കാനാ. പ്രേമം കൊണ്ട് പ്രേമം കൊണ്ട് മദ്യപിക്കുന്നത് എന്റെ ഉള്ളിലുള്ളതൊക്കെ പറയാനാ. ഐ ലവ് യു. കൂട്ടിക്കൊണ്ടു പോ. എല്ലാരും എന്നെയാണല്ലോ അടിച്ചു പഠിക്കുന്നത്. അവൻ അടിച്ചപ്പോ നിനക്ക് ഫീലായോ? നിന്നെ ഞാൻ അടിച്ചപ്പോ നിനക്ക് ഫീലായോ? അങ്ങനെ തന്നെ. ദേവ എന്നെ അടിച്ച എനിക്ക് എന്ത് ഫീൽ ആവാനാടാ? മനസ്സിന്റെ ബ്രേക്ക് പൊട്ടുന്നു. മനതാരിൽ നീയല്ലേ, മനസ്സെല്ലാം തേനല്ലേ, ഇതളിതളായി വിരിയുന്ന കനവുകളിൽ നീയല്ലേ, നിറമേയിൽ പടരുന്ന കുളിരെല്ലാം നീയല്ലേ, മിഴിയിടയിൽ തെളിയുന്ന മഴവില്ലും നീയല്ലേ. പൈനാപ്പിൾ പോടി കാണുമ്പോ ഈ ഗംഗയിൽ നീ മുങ്ങിയാൽ തേൻ ചിന്തിടും മണിമുത്തുകൾ ആമോദമായാലോലമായി ഉന്മാദങ്ങൾ തൂകി. ഈ അങ്കന തന്നുടെ ഭംഗികൾ കുളിരമ്പിളി കണ്ടു കൊതിച്ചുപോയി. അലമാലകൾ അരുളിയ കയ്യാൽ പൊതിയ മടിമുടി ഞാൻ നിന്നെ. നീ തഴുകു തളിരുടലിൽ ഒരു താമര മലരിതളായി നിന്നെയിൻ തെന്മാവിൽ പടരുന്നൊരു വനജോസ്ന. വിരഹത്തിൻ മൊഴിമുത്തിൻ വരദാനം തരുകില്ലേ, വരളുന്നൊരു ഹൃദയത്തിൽ ജലധാരകൾ ചൊരിയല്ലേ. സൗഗന്ധിക ചന്ദ്രായിനി പൂശിടുമീ ആരോമലെ വരവർണ്ണിനി നിറ പൗർണമി കണി കാണൂ ഞാൻ നിന്നെ. ആ ലക്ഷകോർത്ത മുത്തുകൾ രാഗാഞ്ജലി പൂമൊട്ടുകൾ സ്വർഗത്തിലെ ചന്തങ്ങളാൽ തീർത്തവൾ നീയേ. കരവിരലാൽ തടവുമ്പോൾ നഖകലകൾ പതിയുമ്പോൾ പ്രതിനിമിഷം പരവശയായി മാറുന്നു ഞാൻ സ്വയമേ. ധമനികളിൽ നിറയുന്ന താരുണ്യ തുടുലഹരി അടിമുടി ഒരു നിർവൃതിയിൽ അസ്ഥികൾ പൂക്കുന്നേ.
ദേവാ, കാശ് വാങ്ങിച്ചു. സെക്യൂരിറ്റി അവിടെ സെറ്റിലായി കഴിഞ്ഞില്ലേ? പെൺകുട്ടിയെ എപ്പോഴാണ് എനിക്ക് കൊണ്ട് തരുന്നേ? ഫാമിലിയുടെ മൊത്തം വിശ്വാസം നേടിക്കഴിഞ്ഞാൽ എനിക്ക് പണിയെടുപ്പാ. ഒരു പണി ഏറ്റെടുത്താ അത് പൂർത്തിയാക്കാതെ ഈ ദേവ പിന്മാറില്ല. ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ബേബിയെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കും. ഇന്ന് ഞായറാഴ്ചയല്ലേ, പതിവ് പോലെ മോന്റെ ഫോൺ വന്നാൽ ഞാനായിരിക്കും ആദ്യം എടുക്കുക. ആദ്യം എനിക്ക് സംസാരിക്കണം അവനോട്. ഏയ്, അവൻ എന്റെ അനന്തരാവകാശിയാ. ഞാൻ ആദ്യം സംസാരിക്കേണ്ടത്. അച്ഛാ, ഞാൻ അവന്റെ അമ്മയാ. മുൻപേ സംസാരിക്കേണ്ടത് ഞാനാ. നോ 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 നോ, നിങ്ങൾ ഇങ്ങനെ വാദിച്ച് സമയം കളയണ്ട. ആദ്യം സംസാരിക്കേണ്ടത് ഗേൾഫ്രണ്ടാ. അതുകൊണ്ട് ഞാൻ തന്നെ ആദ്യം സംസാരിക്കാം. ഞാൻ അനീത്തിയല്ലേ, അതുകൊണ്ട് ഞാൻ ആദ്യം സംസാരിക്കാം. അല്ലേ ലിയോ? സോറി 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 സോറി. ഹലോ മോനെ. സത്യം തന്നെ നിങ്ങൾ എന്നോട് മറച്ചു വെക്കുന്നേ? എന്ത് പറ്റി സത്യേ? പുലർന്നപ്പോ മുതൽ മോന്റെ ഫോണിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാ. അറിയാമായിരുന്നിട്ട് നിങ്ങൾ എന്നെ പറഞ്ഞില്ല. അത് എങ്ങനെ പറയണമെന്ന്. എന്തിനാ പറയാൻ വിഷമിക്കുന്നേ? അവനെ കാണാൻ കൊതിച്ചിരിക്കുമ്പോ അവൻ എക്സ്കർഷന് പോയിരിക്കുകയാണെന്ന്. ഇത് ഞാൻ പ്രതീക്ഷിച്ചതേ. ഞാൻ അവനെ എങ്ങനെ കാണാനാ, എങ്ങനെ വിഷ് ചെയ്യാനാ? ഒരമ്മയുടെ മനസ്സ് നിങ്ങൾക്കൊന്നും പറഞ്ഞു മനസ്സിലാവില്ല. ദേവാ, ഞങ്ങളുടെ മോനെ രക്ഷിച്ച് നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അതുപോലെ ശ്യാമനോട് പറഞ്ഞ് ഞങ്ങളുടെ കൊച്ചുമോനെ കൂടെ കൂട്ടി ഇവിടെ കൊണ്ടെത്താ. ഞങ്ങൾ ആരും അവനെ ഒരു ദിവസം പോലും പിരിഞ്ഞിരുന്നിട്ടില്ല. ഞാൻ കഥ പറഞ്ഞാണ് അവനെ ഉറക്കാറുള്ളത്. അവനെ വേണം ഞങ്ങൾക്ക്. വല്ലാതെ മിസ് ചെയ്യുന്നു. ശരി. ദേവാ സർ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വാ ദേവാ, ഇതെന്റെ മകൻ. ഈ ചുവരിൽ മാത്രം ജീവിക്കുന്ന ഇവന് എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ? അവൻ ഓർമ്മയിൽ മാത്രമാണെന്ന്. ഫോൺ വരാത്തതിന്റെ പേരിൽ ഇവന്റെ അമ്മ എത്ര ഫീലിംഗിലാണെന്നോ. അപ്പൊ ജീവനോടെ ഇല്ലെന്നറിഞ്ഞാൽ എന്ത് വിഷമമായിരിക്കുന്നോ? ഇതവൻ വരച്ച ഫാമിലി ചിത്രമാണ്. എന്നാൽ അവൻ ഇപ്പൊ ഇതിലില്ലാതെ പോയി. എല്ലാത്തിലും ഫസ്റ്റ് ആയിരുന്നു അവൻ. എന്തിന് മരണത്തിൽ വരെ അവൻ ഫസ്റ്റ് ആണിപ്പോ. സർ, ഇപ്പൊ എനിക്കുള്ളത് അഞ്ജലി മാത്രമാണ്. എക്സ്ക്യൂസ് മീ സർ. ഹലോ ദേവാ, കുട്ടിയെ 5 മണിക്ക് എന്നെ കൊണ്ടുവരുമല്ലോ. ഇപ്പോൾ സമയം 4:30 പറഞ്ഞ സമയത്ത് പറഞ്ഞ ഇടത്ത് പറഞ്ഞ പോലെ കൊണ്ടുവരുന്നതാണ് ദേവയെന്ന് അറിയാമല്ലോ. വെയിറ്റ് ആൻഡ് സീ. അഞ്ജലി, അഞ്ജലി. മുത്തശ്ശി, എനിക്കിനി വേണ്ട. കഴിക്കും മോളെ. ലാസ്റ്റ് മുട്ടേ. ആ, നിനക്ക് പഠിക്കാൻ വേണ്ട, ആഹാരം കഴിക്കാൻ വേണ്ട. എ ഗ്രേഡിൽ നിന്ന് സി ഗ്രേഡിലേക്ക് പോയത്. നിന്നെ ബോർഡിങ്ങിലേക്ക് അയച്ചാലേ നീ ശരിയാവൂ. ടൈഗർ, ടൈഗർ. എന്നെയാണോ അതോ പട്ടിയാണോ? മമ്മി, വേണ്ട മമ്മി. അതല്ല, ഈ സാധനത്തിന് എവിടെയെങ്കിലും കൊണ്ട് കളാ. ഇനി ഇവിടെ കാണരുത്. മോളെ പ്ലീസ് മമ്മി, സത്യം എന്നെ കോൺവെന്റിലേക്ക് അയക്കാം. ഞാൻ പോകില്ല, ഞാൻ തനിച്ചാവും മമ്മി. ദൂരയാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടെന്ന് കുട്ടി പറയുന്നത് ശരിയല്ലേ? അതെന്താ മനസ്സിലാക്കാത്തത്? അതെ, അത് സെക്യൂരിറ്റി തീരുമാനിക്കേണ്ടത്. അത് ഞങ്ങളോ? ഏതാ വേണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ടൈഗർ, എന്താ നോക്കി നിൽക്കുന്നത്? കൊണ്ടുപോ. വന്നിരിക്കുന്നു അഭിപ്രായം പറയാൻ. അഞ്ജലി, മോൾ ഇവിടെ ഇരിക്കേ, ഞാനിപ്പോ വരാം. ഓക്കെ അങ്കിൾ. ഇവനാരാടാ? അന്ന് നമ്മൾ ACP കൊല്ലാൻ ഒരാളെ അയച്ചിരുന്നില്ലേ? അവനാ ഇത്. ഞാൻ അയച്ചത് ഇവനെയല്ല. ഹായ്. ഹായ് ദേവാ. ആരാടാ നീ? എന്നെ കുറിച്ച് അറിഞ്ഞിട്ടെന്തിനാ? എന്തെങ്കിലും തരാനാണോ? അണ്ണാ, ഇവൻ ആളൊരു തീപ്പൊരിയാ. അല്ലടാ, ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വിഷയത്തിലേക്ക് വരാം.
ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫാമിലി ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തോ. ഡാ, ടൈഗർ, ടൈഗർ, ദേവ വന്നാൽ എനിക്ക് സിഗ്നൽ തരണം. ഓക്കെ? എന്തിനാ? പറഞ്ഞതനുസരിക്ക്. എന്തിനാന്നോടാ? You go. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സിഗ്നൽ ഞാനൊരു Go, man. ട്രാഫിക് പോലീസാ. ചേച്ചി, ചിറ്റയ്ക്ക് എന്ത് ഭംഗിയാ. നിന്റെ ചേച്ചിക്ക് ഭംഗിയില്ലേ? മിണ്ടി പോരുത് നീ. ഗേൾഫ്രണ്ട് ആണെങ്കിൽ നിനക്ക് കോമ്പറ്റീഷനാ. നേരായിട്ടും ഭംഗിയുണ്ടോ? ഒമലെ ചെല്ലക്കട്ടി പൈങ്കിളി തങ്കക്കട്ടി പൗർണമി പാൽ നിലാവല്ലോ. മുക്കനി മുത്തു ചിപ്പി നെഞ്ചിലെ സ്വപ്ന പെട്ടി വായൻ വായാടി പക്ഷി. പൊന്ന് നുള്ളിത്താ അടി നിന്നെ കണ്ടാൽ എന്നുള്ളിൽ തേൻ 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 പിടമാനാ എന്റെ മാറിലുറങ്ങാൻ വാ. ഒമലെ ചെല്ലക്കട്ടി പൈങ്കിളി തങ്കക്കട്ടി പൗർണമി പാൽ നിലാവല്ലോ. പെണ്ണിനെ പോലെന്റെ ഉള്ളത്തിൽ തത്തിക്കളിക്കണ പെണ്ണ് നീ മുത്തിച്ചു വപ്പിച്ചു ചുണ്ടുകൾ മുക്കുറ്റി പൂപ്പോൾ മാറ്റി. ഒരു നാളിൽ നീ ഇന്ന് യൗവനം പൂവിട്ട നേരം നീ ശർക്കര പന്തലിനുള്ളിൽ ഇനി നമ്മുടെ വേളി നടക്കും. അടി നിന്നെ കണ്ടാൽ എന്നുള്ളിൽ തേൻ 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 പിടമാനാ എന്റെ മാറിലുറങ്ങാൻ വാ. ഓമന ചെല്ലക്കട്ടി പൈങ്കിളി തങ്കക്കട്ടി പൗർണമി പാൽ നിലാവല്ലോ. നീ എനിക്ക് വേണ്ടി വിണ്ണിൽ നിന്നും വന്നു ചേർന്ന പെണ്ണ് നീ ചിരിച്ചിടുമ്പോൾ നാവിൽ നിന്ന് കൊഴിഞ്ഞു വീഴും പൊന്ന്. വഴിയിൽ ഇങ്ങനെ തപസ് ചെയ്യണ കണ്ണ് നിന്നിഴല് പോലെ പിറകെ
തേടാൻ നിമിഷമെണ്ണണ പെണ്ണ അനങ്ങുമ്പോ കിലുങ്ങണ പൊന്നര ജാനതാളം പെരും മന്മഥബാണമേളം ഒരു സംഗമ കേളിപൂരം ആശിക്കും പൗരുഷരോമം ചുടുകമനിയിൽ ശരവേഗം യുവസിരകളിൽ രണവീര്യം അടി നിന്നെ കണ്ടാൽ ഇന്നുള്ളിൽ തേൻ 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 പിടമാന എന്റെ മാറിലുറങ്ങാൻ വാ എന്നെ നീലാണിൻ കൈകളി ദേവരെ തൊട്ടിട്ടില്ല നീ തൊട്ടിടാതെ കിളിയാക്കി എന്നെ ഹലോ ദേവാ ഞാൻ ഐഷു ആ പറ. അഞ്ജലി ആരോ കിഡ്നാപ്പ് ചെയ്യാൻ വരുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ഏ? യെസ്, ഗുഡ് ഐഡിയ. നിങ്ങളുടെ ട്രിക്ക് വലിച്ചു. സൂപ്പർ. അയ്യോ വേണ്ട, പീഡനം പീഡനം. ഹലോ ഹലോ ടൈഗർ, ബോസോ? യെസ് ബോസ്. എവിടെയാ ഉള്ളത്? അത് അഞ്ജലി നമ്മൾ സ്കൂളിൽ കൊണ്ട് വിടാറില്ലേ, അതിന്റെ തൊട്ടടുത്താ. അവിടെ എല്ലാം ഓക്കെ ആണല്ലോ? ചോദിക്കാനുണ്ടോ? മുഴുവൻ പീസുകളാ. വരുന്നുണ്ടോ? ശരിക്കും നോക്ക്. പിന്നെ അങ്ങനെ നോക്കിയാൽ വിവരം അറിയും. ഞാനില്ല, എനിക്ക് അനുഭവമുള്ളതാ. സംശയാസ്പദമായ ആരെങ്കിലും ഉണ്ടോ? സംശയാസ്പദമായി ഇവിടെ ബോസേ, കറുത്ത ഡ്രസ് ഇട്ട 4-5 ചിമിട്ടന്മാര്. അവരെ ഫോളോ ചെയ്യാൻ. അണ്ണാ ഒന്നും മനസ്സിലാവുന്നില്ല. മൊത്തം ടെണ്ടുൽക്കറുടെ മാസ്കാ. ടെണ്ടുൽക്കറെ എനിക്കെന്തിനാടാ? അണ്ണാ കൊച്ചിനെ തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് ഒരു ഐഡിയ ഇല്ല. എടാ കഴുതേ, ആ മാസ്ക് മാറ്റി നോക്കടാ. പെൺകൊച്ചിനെ വേണം എനിക്ക്. ചെക്കിയടാ. അഞ്ജലി, ഓടിക്കടാ. ദേവാങ്കിൾ വാ മോളെ, വാ കേറ്. ബോസ് കലക്കി. ഐഷു, താങ്ക് യു വെരി മച്ച്. നിന്നെ എനിക്ക് ഇഷ്ടമായി. ബണ്ടു ചാരി പെട്ടുകൊണ്ടുപോയ നമസ്കാരം സമയം. നന്നായി വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഫോട്ടോയിലുള്ള സ്ത്രീ? ഇല്ല സമയം. അഞ്ജലി ഓടരുത്, പതുക്കെ. ദേവാങ്കിൾ വാ മോളെ. ആ എന്റെ കൊച്ചുമോള് നന്നായി പഠിക്കാൻ അനുഗ്രഹിക്കണേ സ്വാമി. നിങ്ങൾ വീട്ടിൽ ബാബയെ പൂജിച്ച് പ്രസാദം തൊടുവിക്കെ എല്ലാം ശരിയാകും. വരട്ടെ സ്വാമി. അങ്കിളിന് ഇഷ്ടപ്പെട്ട പായസം ഇതാ. വേണ്ട മോളെ. അമ്മ ശകാരിച്ചാലോന്നാ? വിഷമിക്കേണ്ട കേട്ടോ, ഇതെന്റെ വീതമാ. കഴിച്ചോന്നേ. കഴിക്കാം മോളെ, നീ തരുന്നല്ലേ. എന്നാ കഴിക്ക്. ഞാനൊന്ന് പറഞ്ഞ കേൾക്കുമല്ലോ. എന്ത് പറഞ്ഞാലും കേൾക്കും. നീ നന്നായിട്ട് പഠിക്കണം, ഫസ്റ്റ് വരണം. എല്ലാ വിഷയത്തിലും ഞാനാ സ്കൂളിൽ ഫസ്റ്റ്. ഇത്തവണ സ്കൂളിൽ കോമ്പറ്റീഷൻ നടന്നില്ല. അത് എല്ലാ വർഷവും ഉണ്ടാവുന്നതാണല്ലോ. ഈ വർഷം അത് ഇല്ലാതെ പോകാൻ കാരണം എന്താ? അറിയില്ല. ചോദിച്ചില്ലേ? എനിക്ക് പേടിയാ. ശരി, നമുക്കൊരു കോമ്പറ്റീഷൻ നടത്താം. ഓക്കെ ഓക്കെ, ഞാൻ റെഡി. സ്റ്റാർട്ട് ചെയ്തോളൂ. അതിനുവേണ്ടിയല്ലേ വെയിറ്റ് ചെയ്യുന്നേ. എങ്ങനെയുണ്ട്? ഭംഗിയായിട്ടുണ്ട്. എനിക്ക് എന്റെ അമ്മോ, ദേ പിന്നെ വന്നു. നിലാവിനെ പിഴിഞ്ഞെടുത്ത തങ്കവർണ്ണ ശില്പമേ, നിറഞ്ഞു നീ പ്രിയങ്കരീ ഹൃദന്ത പ്രാണസ്പന്ദമാ. ഈ മനസ്സിൻ മഞ്ജു വിഭഞ്ചികയിൽ സ്വരനിർവൃതിയേകാൻ വന്നു നീ. ഇരവിൽ പകലിൽ ഹരിപ്രാവു പോൽ തുറുകി തുറുകി ഇടനെഞ്ചിൽ നീ.
കനവിലെ താരകയായി ചിരതപസിലെ സാധനയായി വരമരുളിയ ദേവതയായി മണിമുത്തേ നീ വന്നു. നിങ്ങൾ ഇവിടെ ജനിക്കുന്ന ആളല്ല. ജനിക്കട്ടേ അല്ല. ഇപ്പോഴെങ്കിലും നിനക്ക് എന്റെ കപ്പാസിറ്റി മനസ്സിലായല്ലോ. ഇനി ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാം, കേട്ടോ? ആരും പറയാതെ എല്ലാം അറിയുന്നത് എന്താണ്? അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാതെ എല്ലാം പറയുന്നത് എന്താണെന്ന് പറയൂ. അതെ, അത് തന്നെ മനസ്സ്. അത് നിനക്കില്ല. ആരാധിക്കുന്ന പുരുഷനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കില്ല. നിന്റെ മനസ്സിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ പറ്റിയേക്കും, എന്നാ എന്റെ മനസ്സിലിരിക്കുന്ന ദേവയെ ആ ഭഗവാൻ വിചാരിച്ച പോലെ ഒഴിവാക്കാനാവില്ല. ഐഷുവിന് നിന്നോട് ശരിക്കും സ്നേഹമുണ്ട്. നീ എന്തിനാ അവളെ അവോയ്ഡ് ചെയ്യുന്നേ? സത്യത്തിൽ നീ ആരാ? എന്തിനാ ഇവിടെ വന്നേ? ഇവിടെ ഒരു കാവൽക്കാരനെ പോലെ മനസ്സിലെല്ലാം ഒളിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നീ ഒരുങ്ങി തീരുകയാണ്. ഈ പോലീസ് ഉദ്യോഗത്തില് എല്ലാരും നിന്നെ കണ്ണുവച്ചിരിക്കുക. സൂക്ഷിക്കണേ മോനെ. നീ യൂണിഫോം ഇട്ട് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. അതിൽ ഞാൻ അഭിമാനിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ എനിക്ക് പേടിയാ. എന്താ ഇത്? അച്ഛനും ഇങ്ങനെ ആയാൽ? ഡാഡി, ഡാഡി, എന്താ ഡാഡി, ഇന്ന് ഞങ്ങളുടെ ആനുവൽ ഡേയാ. ഡാഡി വരാന്ന് പ്രോമിസ് ചെയ്തതാ. അത് സാരമില്ല, ഡാഡിക്ക് ഡ്യൂട്ടി ഇല്ലേ, ഞാൻ കൊണ്ടുപോവാം. Come on, come on, come on! Come on, come on! Hurry up! Come on, come on, come on! Come on, Anjali! Come on! Fast, fast! Come on! Yes, yes! Yes! ദേ അമ്മ വിളിക്കുന്നുണ്ട്. അഞ്ജലി ചെല്ലേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. എന്താ ഇത്? നിങ്ങളുടെ വീട്ടിലെ സെക്യൂരിറ്റി ദേവയുടെ ഫയലാണ് സർ. ഇത് അർജന്റായിട്ട് ഡൽഹിക്ക് അയക്കേണ്ടതാ. ഇതാണോ ദേവ? യെസ് സർ, ഇതാണ് ദേവ. ഇവനെങ്ങനെ? ഇത്തവണ നമ്മുടെ സ്കൂളിൽ നടന്ന സ്പോർട്സ് കോമ്പറ്റീഷനിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ബേബി അഞ്ജന. 100 മീറ്ററിൽ ഒന്നാം സ്ഥാനം ബേബി അഞ്ജന. ലോങ് ജമ്പിൽ ഒന്നാം സ്ഥാനം ബേബി അഞ്ജന. ഹൈ ജമ്പിൽ ഒന്നാം സ്ഥാനം ബേബി അഞ്ജന. ഷോട്ട് പുട്ട് ഫസ്റ്റ് പ്രൈസ് ബേബി അഞ്ജന. ജാവലിൻ ത്രോ ഫസ്റ്റ് പ്രൈസ് ബേബി അഞ്ജന. ഹലോ ടൈഗർ, നമുക്ക് സെക്യൂരിറ്റി വന്നിരിക്കുന്നവൻ ദേവയല്ല, ഫ്രോഡാ. അവനെ ശ്രദ്ധിക്കേ, ഞാനിതാ വരുന്നു. മോളെ, മോളെ വിളിക്കേ, ഞാനിപ്പോ വരാം. ഓക്കെ? ഓക്കേ അങ്കിൾ. hours അവൻ ആരാണെന്നുള്ളതിന്റെ മൊത്തം ഡീറ്റെയിൽസ് എന്റെ ടേബിളിൽ ഉണ്ടാവണം. ഡാഡി, എന്താടാ പൊന്നെ? ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടുന്ന് ചേട്ടന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക.
അമ്മയ്ക്ക് ഫോൺ കൊടുക്ക്. ഹലോ ഹലോ ഹലോ. ഛേ. ഏയ് മാറോ. പുറപ്പെടും മുമ്പ് എന്നോടൊരു വാക്ക് പറയാൻ വരുന്നില്ല നിനക്ക്? നിങ്ങളോട് പറഞ്ഞിട്ട് എന്തിനാ അത് മുടക്കം വേണ്ടിയോ? എനിക്ക് എന്റെ മോനെ കാണണം, അല്ലാതെ പറ്റില്ല. സത്യം ഞാൻ പറയുന്നത്. എന്തോന്ന് പറയാനാടാ, കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കാണണം, അതാ അവള് പറയുന്നത്. അതല്ല അച്ഛാ. അവന്റെ ബർത്ത്ഡേ ആണെന്നെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മോന്റെ ബർത്ത്ഡേ ഒന്നിച്ച് ആഘോഷിക്കാൻ ഇരുന്നതല്ലേ. നിന്നെ കാത്തിരുന്ന് അവിടെ ക്ഷമ കിട്ടടാ. എടാ ഈ കുഞ്ഞിനെ കൊണ്ടെങ്കിലും ഒന്ന് വിഷയിപ്പിക്ക്. ടെൻഷൻ എന്തിനാ ഡാഡി? ഡാഡിയും കൂടി വാ, നമുക്ക് എല്ലാവർക്കും കൂടി ചെന്ന് ഹാപ്പി ബർത്ത്ഡേ പറയാം. അതിനു വേണ്ടി ആരും മെനക്കെടണ്ട, ഞാൻ പോവാ. സത്യം ഞാൻ പറയുന്നത് കേക്ക്. എനിക്ക് കാണണം അവനെ. കാണാൻ അവൻ ജീവിച്ചിരുന്നത് വേണ്ടേ? സത്യ 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 മോളെ. മോളെ. സത്യ. സത്യ. എന്താ? മോളെ. സത്യ മോളെ കൂട്ടിക്കൊണ്ടു പോ. ഹേയ്, എന്റെ ഫാമിലി ഒറ്റയ്ക്കില്ലടാ. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരെ. സ്റ്റോപ്പ്. ഐ വിൽ ഷൂട്ട് യു. വേഗം പോയിക്കോ. ഹേയ്. ഈ അവസരത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. നിനക്ക് തന്ന സമയം കഴിഞ്ഞുപോയി. എന്റെ സമയം ഇപ്പോഴാ തുടങ്ങിയത്. ഒറ്റയടിക്ക് ഫാമിലിയെ മുഴുവൻ തീർക്കാവല്ലോ. എന്റെ മകൻ കൊല്ലപ്പെട്ടതുപോലെ ഈ കുടുംബത്തെ മുഴുവൻ കൊല്ലുന്നത് നോക്കിക്കോ. ഒരു തവണ അങ്ങോട്ട് നോക്കിയേ. മോനെ,
എന്റെ ശത്രു എന്റെ കൈകൊണ്ട് വേണം ചാവാൻ. നീ ആരടാ അവനെ കൊല്ലാൻ? വീരാ! ദേവാ, ഒന്നുമില്ല. ദേവാ, 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 ദേവാ. Hey, come on, hurry up. സിവിലേക്ക് എടുത്തോളൂ. നോ, അർജന്റ് ഓപ്പറേഷനാ വേണ്ടത്. വല്ലാത്ത ക്രിട്ടിക്കൽ പൊസിഷനാ. പ്രശ്നം വളരെ സീരിയസാ. സർജൻ വരാൻ 2 മണിക്കൂർ സമയമെടുക്കും. ഇമീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യ്. അത് സാധ്യമല്ല മാഡം. ഷിഫ്റ്റ് ചെയ്യാൻ. എന്നോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ട് ഇത്തവണയും എന്നെ വിളിപ്പിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കൃതജ്ഞത. അച്ഛാ, വാ മോളെ. അമ്മ പോയോ? വാടി ഇവിടെ. ഭാനു. ചിറ്റേ, നിങ്ങൾക്ക് 2 പിള്ളേര് മാത്രം മതിയല്ലോ. ഇവളെ എന്തിനാ വിളിക്കുന്നേ? ഇവള് മാത്രമേ എന്റെ കൂടെ വരാറുള്ളൂ. ഇനി ഇതിനെ കൂടി എന്നിൽ നിന്ന് അകറ്റി എന്നെ ഒറ്റപ്പെടുത്താനാ ഉദ്ദേശം? ചേച്ചേ, വാടി ഇവിടെ വരാൻ. ഭാനു. അമ്മേ, എല്ലാവർക്കും ദൈവമാണെന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് 2ാം കെട്ട് കെട്ടിച്ചു. നാട്ടിൽ പോയി സുഖമായി ജീവിക്കാന്ന് പറഞ്ഞാൽ അയാൾക്ക് ജനങ്ങളാ വലുത്. നിനക്ക് അവനെ വേണ്ടാത്തത്, ജനങ്ങൾക്ക് അവൻ ദൈവമാ. എന്റെ മോളെ, നിനക്ക് അവനെ വേണ്ടെങ്കിൽ അതെന്റെ തലവിധിയാ. ചേട്ടാ ചേട്ടാന്ന് വിളിച്ച ആ പിള്ളേരുടെ പുറകെ നടന്നാൽ കൊന്നുകളഞ്ഞ കേട്ടല്ലോ. സത്യേ, സത്യേ, വാ വാ, ഇറങ്ങി വാ, വേഗം വാ. കാശ് കൊടുത്തു, സാരി കൊടുത്തു, മദ്യവും കൊടുത്തു. എന്നിട്ടും ഈ നാറികൾ നമ്മളെ തോപ്പിച്ചു കളഞ്ഞല്ലോ. സൂര്യപ്രതാപൻ ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നവനാണല്ലോ. അയാള് ജീവിച്ചിരിക്കുമ്പോ ജയിക്കാൻ നമുക്ക് പ്രയാസം. ജനങ്ങൾക്ക് അയാളെ ജീവനാണമ്മവാ. അയാൾക്ക് മകനെ വലിയ കാര്യമാ. ഇന്നാണെങ്കിൽ ആ പയ്യന്റെ പിറന്നാളുവാ. ജനങ്ങൾക്ക് അന്നദാനം ചെയ്യുന്നുണ്ട്. നമുക്കും പോകണം, പങ്കെടുക്കണം, തൊഴണം. എല്ലാവരും ആഹാരം കഴിച്ചിട്ടേ പോകാവൂ. വരട്ടെ. അച്ഛാ, എല്ലാവരും എന്തിനാ അച്ഛന്റെ പുറകെ നടക്കുന്നേ? എല്ലാവർക്കും ആഹാരം കൊടുക്കണം. ഞാനുണ്ടെന്നുള്ളതാണ് അവരുടെ ധൈര്യം. നിങ്ങളെ വിജയിപ്പിച്ചത്, എന്നെ തോൽപ്പിച്ചത് എല്ലാ ദേവനല്ലേ. അതുകൊണ്ട് ആ ദേവന്റെ മുന്നിൽ വെച്ച് എന്നെ നിങ്ങളെ ആദരിക്കാമെന്ന് വെച്ചു.
മരിക്കുമ്പോ എന്ത് ആനന്ദമുണ്ടോ അവർക്ക് വേണ്ടി മരിക്കുമ്പോ പോലും എനിക്ക് അതേ ആനന്ദമാണുള്ളത്. നീ എത്ര വളർന്നാലും വീര നിന്റെ അനുജത്തി മറക്കരുത്. ഇല്ല അച്ഛാ, അനിയത്തെ നോക്കാൻ എന്നും ഞാനുണ്ടാവും അച്ഛാ. അവൾ എന്റെ കൂടപ്പറപ്പാണ് അച്ഛാ. പെങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ച അവരെ ഞാൻ വെറുതെ വിടത്തില്ല. വീര വീര അച്ഛാ! സത്യ, അമ്മ എന്നെ തല്ലും. എനിക്ക് പേടിയാ. പേടിക്കണ്ട സത്യ, വാ. ഞാൻ വരില്ല. എന്തിനാ വന്നേ? ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വാച്ചിട്ട്. അവിടുന്ന് ഞാൻ അവസാനമായിട്ട് വന്നതാ. വീണ്ടും വരില്ല. ആ പിള്ളേർക്ക് പിന്നെ ആരാ പറയുന്നത് കേൾക്ക്. പിള്ളേർക്ക് എന്ത് ചെയ്യണമെന്നാ? സ്വത്തിന്റെ വലിയൊരു പങ്ക് നാട്ടുകാർക്ക് കൊടുത്തില്ലേ? ബാക്കിയൊക്കെ ആൺപിള്ളേർക്കും. ആരും ഇല്ലാതായത് അവരുടെ വിധി. ആ പിള്ളേരെ ഞാൻ എന്തിനാ നോക്കുന്നേ? ഓടാ എന്റെ മുന്നിൽ നിന്ന്. ചിറ്റേ, ചിറ്റേ, സ്വത്തിന്റെ ആധാരങ്ങളാ എടുത്തോ. ഞങ്ങൾക്കൊന്നും വേണ്ട. ചിറ്റേ മാത്രം മതി. എടുത്തോ ചിറ്റേ. കേട്ടില്ലേ മോളെ, അവരെത്ര സ്നേഹത്തോടെ വിളിക്കുന്നത്. നിങ്ങളൊന്നും മിണ്ടാതിരി. പിള്ളേരെ പറ്റിച്ച് സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. എടാ, ഇവിടുന്ന് പോകുന്നോ അതോ ഞാൻ ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടണോ? വേണ്ട ചിറ്റേ, ഞങ്ങള് പോയിക്കോളാം. ചേട്ടാ, ആ സത്യ, അമ്മയോട് പറഞ്ഞ നീ ഞങ്ങളുടെ കൂടെ വാ. അമ്മ എന്നെ തല്ലോന്ന് പറഞ്ഞോണ്ടാ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ പോന്നേനെ. അച്ഛന് കൊടുത്ത വാക്ക് പ്രകാരം ഞാൻ എന്നും നിന്റെ കൂടെ നിഴല് പോലെ ഉണ്ടാവും. നിന്റെ ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നപ്പോ അയാളെ നീ ഒരു മനുഷ്യനായിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടി എപ്പോഴോ പ്രാക്ടീസ് നിർത്തിയിരുന്ന നീ വീണ്ടും ഡോക്ടറായി. സഹോദരനെ രക്ഷിക്കാൻ നീ ഡോക്ടറുടെ ധർമ്മം പാലിച്ചു. എന്നാൽ സഹോദരനാണെന്നുള്ള കാര്യം പറയാതിരുന്നത് തീരെ ശരിയായില്ല മോളെ. ഞങ്ങളുടെ മോന് നീയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടുകൂടി നിനക്കിങ്ങനെ വലിയേട്ടുണ്ടെന്ന് പറയാതിരുന്ന എന്താ സത്യ? അവന് വേണ്ടി ഇത്രയും കണ്ണീര് തൂകിയ നീ സ്വന്തം സഹോദരന്റെ കാര്യം ഒളിച്ചതെന്തിനാ? മിസ്റ്റർ ശ്യാം സർ, അനിയത്തിക്കും അനിയത്തിയുടെ ഫാമിലിക്കും വേണ്ടി നിങ്ങളുടെ അടുത്ത് സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന ദേവ ആരെന്നറിയോ? സർ, പ്രപഞ്ചത്തിന് ദൈവമുണ്ടോ എന്തോ, പ്രദേശത്തിന് ദൈവമുണ്ടോ എന്തോ, എന്നാൽ ആ സദാശിവപുരത്തിനൊരു ദൈവമുണ്ട്. അവനാണ് ദേവ. വരം കൊടുക്കുന്ന ദൈവമല്ല, പ്രാണൻ കൊടുക്കുന്ന ദൈവം. ആവശ്യം വന്നാൽ പ്രാണൻ എടുക്കുന്ന ദൈവം. സർ, അവൻ വീര വെങ്കട സത്യനാരായണ, അതാണ് അവന്റെ ഫുൾ നെയിം. കിരീടം വെക്കാത്ത യുവരാജാവ്, സിംഹാസനമില്ലാത്ത ചക്രവർത്തി, ക്യാരക്ടറില് മിസ്റ്റർ ക്ലീൻ. ഇതാണ് സദാശിവപുരം. ഇത് വീരയുടെ അച്ഛൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. പിന്നീട് അദ്ദേഹം ജനങ്ങൾക്കായി വിട്ടുകൊടുത്തു. ആരെതിർക്കാൻ? ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് ആരെതിർക്കാനാ? ആ വീരയാണ് അതിനെ എതിർക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത കാര്യത്തിന് ആ വീര സമ്മതിക്കൂ? ജനങ്ങളുടെ പ്രയോജനമല്ല, ആ സ്ഥലം ഒഴിപ്പിച്ചെടുക്കലാണ് നമ്മുടെ ആവശ്യം. ഇതാണ് നമുക്ക് വേണ്ട സദാശിവപുരം. അടുത്ത് കാണുന്നത് ഗോദാവരി നദി. ഈ തെർമൽ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ നാട് നമ്മുടേതാവും. ഈ നദി കൂടെ വരിക്ക് വരും. പിന്നെ പോയിസനാണ് ഒഴുകാൻ പോകുന്നത്. അച്ഛനെയും അമ്മയും കാളാ വീരയ്ക്ക് നാട്ടുകാരാ വലുത്. വീരയെ ഒതുക്കുന്നത് കൊണ്ട് ഞാൻ ഈ ഡീലിന് സമ്മതിക്കുന്നു. മോനെ, കഴിക്കും മോനെ. കണ്ണി ചോരയില്ലാത്തവനെ, കണ്ണു കാണാൻ വയ്യടാ നിനക്ക്. അന്നത്തെ ചെളി തെറിപ്പിച്ചില്ലേടാ, മണ്ട തെറിച്ചു പോടാ പട്ടി. എന്താണ് ധിക്കാരം പറയുന്നേ? പാവപ്പെട്ടവർ അവരുടെ നിലയ്ക്ക് നിന്നോളണം. നാവെടുത്ത് മിണ്ടാനൊരുങ്ങല്ലോ. പോടാ പോ. സ്ത്രീയാണെന്ന് കൂടി നോക്കാതെ കാർ ഓടിച്ചോടാ. പാവങ്ങളുടെ ഹൃദയ ദൈവം വീര ചോദിച്ചോളൂടാ നിന്നെ പോലെയുള്ള നീചന്മാരോടൊക്കെ.
ഏയ്, ഞാൻ ആരാണെന്നറിയാമോ? വിജയ് ശ്രീനിവാസ്, സൺ ഓഫ് ലക്ഷ്മി ശ്രീനിവാസ്. ഞങ്ങൾ ചെയ്യാത്ത ബിസിനസ് ഇല്ല, ഞങ്ങൾക്കില്ലാത്ത ഫാക്ടറി ഇല്ല. അഡ്രസ് പറഞ്ഞാ നീ പിടിക്കപ്പെടും. ഇവിടെ മിസ്സായ നിന്റെ വീട് തേടി വന്ന് തൊലയ്ക്ക് ഞാൻ. എന്ത് തൊലയ്ക്കുന്നോ? വെറുതെ ആരെയും തല്ലില്ലെന്ന് ഞാൻ അനിയത്തിക്ക് വാക്ക് കൊടുത്തു പോയതാ. എന്റെ നാടിനോട് കളിക്കുന്നവരോട് ഞാൻ രാജിയാകില്ലെന്ന് അച്ഛനും വാക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വാക്ക് ഞാൻ നടപ്പാക്കുക. ആണോ? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നീ കണ്ടോ? നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നീ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്ക്. അതുപോലെ എന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നീ മുന്നോട്ടൊന്ന് നോക്ക്. ഞാൻ ക്ഷമ പറയാൻ വന്നവനല്ല, ആരാന്ന് കാണിച്ചു തരാൻ നിനക്ക്. അമ്മയുടെ വിലയും ചോറിന്റെ വിലയും മനസ്സിലാകാത്ത നിനക്കങ്ങനെ പാവങ്ങളുടെ വില മനസ്സിലാവും? പാവങ്ങളുടെ കുടിലും കൃഷിസ്ഥലങ്ങളും നശിപ്പിച്ചിട്ട് നീ ഇവിടെ ഫാക്ടറി കെട്ടാൻ വന്നിരിക്കുക അല്ലടാ. നീ ആരാണത് പറയാൻ? ഈ നാട് നിന്റെ അപ്പന്റെ സ്വത്താ. അങ്ങനെയാണെങ്കിൽ നിന്റെ അപ്പന്റെ സ്വത്താ. ഞാൻ നിന്നെ ഒന്ന് അടിച്ചാലുണ്ടല്ലോ, തിരിച്ചടിക്കാന്ന് വിചാരിച്ചാലും നിന്നെ കൊണ്ടാവില്ല. കത്തിയെടുക്കാന്ന് വിചാരിക്കും, എടുക്കാൻ കഴിയില്ല. അയ്യോ, എനിക്ക് ഈ നിലയൊക്കെ എങ്ങനെ വന്നു എന്ന് നീ ആലോചിക്കും. അപ്പം മനസ്സിലാകും നിനക്ക് ജീവിക്കുന്നതിനേക്കാൾ ചാകുന്നതാ നല്ലതെന്ന്. ഇത് വീണ്ടും ആവർത്തിച്ച കൊത്തി നുറുക്കും ഞാൻ. ഔട്ട്! നിക്ക് മോളെ, നിക്ക്, ഓടല്ലേ. അവസാനമായി പറയുകയാ, ഈ കലിയുഗരമ്പ് ആഗ്രഹിച്ചത് അപ്പൊ തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ ചെറിയ കടലാസിലൊന്ന് ഒപ്പുവെക്കാൻ പറഞ്ഞതിന് നിനക്കെന്താടാ ഇത്രയേറെ ആലോചിക്കാനുള്ളത്? അത് 10 കോടിയുടെ ആസ്തിയാ. 10 ലക്ഷത്തിന്റെ വില വയ്ക്കുന്നത് ഒട്ടും ധർമ്മമല്ല. നിന്റെ ജീവന് 10 കോടിയാണോടാ വില? പറയടാ. ചേട്ടനെ പോലെ വിലപ്പെട്ടത്. പ്രാണനെടുക്കാനുള്ള അവകാശം എനിക്കാണുള്ളത്, എനിക്ക് മാത്രം. ഈ ബുദ്ധി നേരത്തെ ഉദിച്ചിരുന്നെങ്കിൽ നിന്റെ ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയേനെ. എടാ മണ്ട ശിരോമണി. ജയ് ദുർഗ. എന്റെ ഭർത്താവ് പൗരുഷമുള്ളവനാ. ചേച്ചി, പറയടാ, പോയ കാര്യം എന്തായി? അത് ചേച്ചി, വീര അവനോട് നീ എന്റെ അനിയനാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു ചേച്ചി. ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞില്ലേ? ചേച്ചി, വീര നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരനല്ല. എന്റെ മുമ്പിൽ വെച്ച് എതിരാളിയെ പ്രശംസിച്ച കഴുത്ത് വെട്ടിക്കളയും ഞാൻ, മറക്കണ്ട. അവൻ എന്റെ അനിയന്റെ കണ്ണിൽ രക്തം കാണിച്ചു വിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണിലെ ആനന്ദം കാണണം എനിക്ക്. പക വീട്ട്. എന്തിനും സമയം വരണമല്ലോ. നീ മോഹിച്ച ഭൂമി നിനക്ക് വാങ്ങി തന്നിരിക്കും ഞാൻ. ഏതവൻ എതിര് വന്നാലും പൊളിച്ചടുക്കും ഞാൻ. പിറവി തൊട്ടേ എന്റെ കണ്ണ് ആ സദാശിവപുരത്ത് മാത്രമാണ്. ഹലോ, ആരാണ്? സത്യയുടെ ഫോൺ കേട്ടോ. ഞാനൊരു നമ്പർ ഇട്ടതല്ലേ, ആദ്യം ചേട്ടൻ എന്നിട്ട് ഞാൻ. സുഖാനോടി? കക്ഷിയിലേക്ക് വന്നോ? ഞാൻ അവളെ കളിപ്പിക്കല്ല, അവൾ എന്നെ ഇട്ട് കളിപ്പിക്ക. അങ്ങനെ അവളോട് ജയിക്കാന്നൊന്നും ചേട്ടൻ വിചാരിക്കണ്ട. പിന്നെന്താ, ഗുസ്തി മത്സരം നടത്തി ജയിക്കണമെന്നാ? ഗുസ്തിയാണെങ്കിൽ ഗുസ്തി തന്നെ വേണ്ടിവരും. ഒന്ന് ശ്രമിച്ചു നോക്ക്. ഒരു ലവ് ലെറ്റർ എഴുതാൻ പറഞ്ഞു തരാം ഞാൻ. അതിലൊരു റോസാപ്പൂ വെച്ച് ചേട്ടൻ കൊടുത്തു നോക്ക്. റോസാപ്പൂ എന്തിനാ? അതൊക്കെ ഞാൻ പറഞ്ഞു തരാന്നേ. ഓഹോ, എടാ പൊട്ടാസേ, എന്തുട്ട്? എടാ പെങ്ങള് ലവ് ലെറ്റർ പറഞ്ഞുതരാന്ന് പറയുന്നു, നീ എഴുതിക്കോ. ആ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാ അവൾ എന്റെ പുറകെ വരുന്ന പെങ്ങൾ പറയുന്നത്. എഴുതിക്കോ. ലവ് ലെറ്ററിന്റെ കാര്യല്ലേ? ഒരു അക്ഷരം പോലും തെറ്റിച്ചേക്കരുത്. തെറ്റിക്കാനാ? ഞാനാ വേറെ ആളെ നോക്കണം. പറഞ്ഞോളട്ടാ. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ നടക്കുന്ന വാശിയേറിയ കബഡി മത്സരത്തിന്റെ ഫൈനലാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആളുടെ പേരൊക്കെ കൃത്യമായിട്ട് പറഞ്ഞട്ടാ. ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് സദാശിവപുരവും ശ്രീമൂല നഗരവും തമ്മിലാണ്.
നമ്മുടെ പ്രിയപ്പെട്ട വീര ഇവിടെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നു. കബഡി 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 അയ്യോ കബഡി 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 ചിത്രമോളെ ഇങ്ങോട്ട് നോക്കിയേ. മോളി സദാശിവപുരത്തിന്റെ അഭിമാനാണ്. മോള് കബഡി ഫീൽഡിലെ കത്രീന കൈഫാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇടത്ത് വെട്ടി വലത്ത് വെട്ടി അങ്ങോട്ട് ഇറങ്ങ്. കൊടുത്തോ. ജീവിതം ഒരു വശ്യമനോഹര സൗഭഗം, അതിൽ നമ്മുടെ മാനസ സംഗമം, ഒരു സുന്ദര രാഗകഥ. ഓ ജീവിതം ഒരു വശ്യമനോഹര സൗഭഗം, അതിൽ നമ്മുടെ മാനസ സംഗമം, ഒരു സുന്ദര രാഗകഥ. നിനവുകളിൽ മന്മദലഹരികളിൽ നിന്നുടെ ചന്ദ്രമുഖം കാണൂ ഞാൻ. കവിതകളിതൾ വിരിയും ഹോ കനവിൻ മലരുകളിൽ രാഗപരാഗങ്ങൾ മാറിയായി തൂകുമോ. ജീവിതം ഒരു വശ്യമനോഹര സൗഭഗം, അതിൽ നമ്മുടെ മാനസ സംഗമം, ഒരു സുന്ദര രാഗകഥ. മനസ്സിനുള്ളിലെ മണിച്ചപ്പിനുള്ളിലെ മലർമുത്തെടുത്തു ഞാൻ തിരുമുൻപിൽ വെച്ചു ഞാൻ കരലാളനത്തിനായി. ഇന്നെനിക്കുള്ളതെല്ലാം നിനക്കായി നൽകിടുവാൻ ഹൃദയത്തിലേക്കിടം തേടി വന്നു ഞാൻ മാടപ്രാവെ പോലെ. ഇന്നെനിക്കുള്ളതെല്ലാം നിനക്കായി നൽകിടുവാൻ ഹൃദയത്തിലേക്കിടം തേടി വന്നു ഞാൻ മാടപ്രാവെ പോലെ. ആദ്യാനുരാഗത്തിൻ രോമാഞ്ചമായി ആനന്ദഭൈരവി നീ അണഞ്ഞു. സ്വപ്നത്തിൻ നിധിയുള്ള മാനസത്തെ ചിത്രമണി താഴിട്ടു നീ തുറന്നു. ആദ്യാനുരാഗത്തിൻ രോമാഞ്ചമായി ആനന്ദഭൈരവി നീ അണഞ്ഞു. വസന്തമാസമായി സുഗന്ധവാഹിയായി വർണ്ണമാല ചാർത്തിന്നു നീ. ജീവിതം ഒരു വശ്യമനോഹര സൗഭഗം, അതിൽ നമ്മുടെ മാനസ സംഗമം, ഒരു സുന്ദര രാഗകഥ. ഹൃദയത്തിനുള്ളിലെ അനുരാഗ സിന്ധുവിൽ തെളിനീർക്കണങ്ങളെ അനുഭൂതി പൂത്തൊരി മണിമച്ചകങ്ങളിൽ മലർശയ്യയിൽ രതി നൃത്തമാടാൻ മാറലോലുപാവാ. നറുവെണ്ണിലാവിലെ കുളിരിന്റെ ദാഹമായി
മലശയ്യയിൽ രതി നൃത്തമാടാൻ മാരലോലുവാവാ. ആദ്യാനുരാഗത്തിൻ രോമാഞ്ചമായി ആനന്ദ ഭൈരവി നീ അണഞ്ഞു. സ്വപ്നത്തിൻ നിധിയുള്ള മാനസത്തെ ചിത്രമണി താഴിട്ടു നീ തുറന്നു. ആദ്യാനുരാഗത്തിൻ രോമാഞ്ചമായി ആനന്ദ ഭൈരവി നീ അണഞ്ഞു. വസന്തമാസമായി സുഗന്ധവാഹിയായി വർണ്ണമാല ചാർത്തിന്നു നീ. ജീവിതം ഒരു വശ്യമനോഹര സൗഭഗം, അതിൽ നമ്മുടെ മാനസ സംഗമം, ഒരു സുന്ദര രാഗകഥ. ജീവിതം ഒരു വശ്യമനോഹര സൗഭഗം, അതിൽ നമ്മുടെ മാനസ സംഗമം, ഒരു സുന്ദര രാഗകഥ. ഹലോ, ആരാണ്? ഹലോ, ഞാൻ സീതയാണ്. എനിക്ക് വീര എന്ന് കിട്ടുവോ? ഇനിയിപ്പൊ പീഡിപ്പിച്ചെന്ന് പറയാനായിരിക്കും, നോക്കാം. അതെ, ഏതോ ഒരു ഗീതയോ സീതയോ ഫോണിൽ വിളിച്ചിട്ടുണ്ടോന്ന് ചോദിക്കണു. എന്തെങ്കിലും ഉണ്ട് വെച്ചാ കൊടുത്തോളൂ കേട്ടോ. ഹലോ, ആരാ? അന്ന് കബഡിക്ക് വന്നപ്പോ എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമായി. എന്താ ഒരു ബോഡി. നോക്ക് ഗീത, സീത ഏതും ആയിക്കോട്ടെ, ആ പേഴ്സണാലിറ്റി എന്റേതാണെന്നല്ലാതെ എന്റെ ബോഡിയുടെ ഫുൾ റൈറ്റ്സും എന്റെ പെങ്ങൾക്കാ. ഓ, അതൊക്കെ എത്ര നാളത്തേക്കാ? എന്തായാലും ഒരിക്കൽ നിങ്ങളെ ഞാൻ സ്വന്തമാക്കില്ലേ? ഈ വിഷയം എന്റെ പെങ്ങൾ അറിയുന്നവരെ നിന്റെ അഡ്രസ് വെളിയിൽ പോകാതെ സൂക്ഷിച്ചു. ഫോൺ വെക്കടി. ഇതേതാ എനിക്കറിയാത്തൊരു പെണ്ണ്? ഇതെനിക്കറിയായിരുന്നു, അതല്ലേ തന്നെ. കൊണ്ടുപോടാ. പറഞ്ഞു തീർന്നില്ലല്ലോ, അപ്പോഴേക്കും വന്നു. വായോ വായോ. ലവ് ലെറ്റർ കിട്ടി. വീര എവിടെ? ചിത്ര, എന്താ ലവ് ലെറ്ററോ? നേരാ? വായിക്കട്ടെ. 50-50 ചിത്രേ. ശരിക്കും പറഞ്ഞാ എനിക്ക് നിന്നോടുള്ള പ്രേമമുണ്ടല്ലോ, അത് 50-50 ആണ്. എന്താ 50-50 പ്രേമോ? അതെന്താ അങ്ങനെ? അത് തന്നെയാ ഈ 50-50. എന്താ 50-50 ചിത്രേ? 50-50 100%. ഇവനെന്തിനാ സംസാരിക്കുന്നേ? ഇവനാണോ അത് എഴുതിയത്? ഞാനല്ല എഴുതിയത്, എനിക്ക് എഴുതാറിയില്ല. എങ്കിൽ പിന്നെ എങ്ങനെയാ? ഇതൊക്കെ ഒരു ഊഹം വെച്ച് കാച്ചണല്ലേ. എന്റെ കളവിന്റെ വാതില് തുറന്നിട്ട് ഈ കളവെന്താ അക്ഷരത്തിട്ടില്ലാതെ എഴുതാനും അറിയില്ലേ? ബാക്കി കേട്ടോ. പാല ഗലാസം പിടിച്ചോണ്ട് വെള്ളസാരിയും ഉടുത്തുകൊണ്ട് നീ അകത്തേക്ക് കടന്നാൽ ആ സാരി എങ്ങനെ അഴിക്കണമെന്ന് അത്രയ്ക്ക് ആശയാണോ നിങ്ങക്ക്? അനിയത്തി എന്താ എഴുതാൻ പറഞ്ഞത്? നീ എന്താ എഴുതിയത്? എന്ത് തോന്നിയാസോടെ നീ കാണിച്ചിരിക്കുന്നത്? അതിപ്പോ ഇത്തിരി പവർ കിട്ടാൻ വേണ്ടി ഞാൻ ഡോസ് കൂട്ടിയല്ലേ. വരട്ടെ, ഐഡിയ നിങ്ങളുടെ അനിയത്തിയുടേത്. എഴുതി നീ കഴുത. നിങ്ങൾക്ക് എന്താ എഴുതിയാല്? അതും മോളെ, സംഗതി എന്തായാലും ചിത്ര 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 എടാ പൊട്ടാസേ, ഈ സാഹിത്യമൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയ? അത് നമ്മൾ എഴുതാനിരിക്കുമ്പോ അനർഗളം പ്രവഹിക്കണല്ലേ. ഉറക്കത്തിൽ ഇത് പ്രവഹിക്കോടാ? ഉറക്കത്തിൽ എല്ലാരും കൂടി ചേർന്ന് കുളമാക്കില്ല. പോവേ എല്ലാം ഓക്കെ അല്ലേ? ആക്കടാ, അവനെ കാണില്ലല്ലോ. അതെ, ചിത്ര, ആരുടെയും ഹെൽപ്പില്ലാതെ ഞാൻ തന്നെ പറയാ ഐ ലവ് യു. അത് പറയാനാ വന്നത്? സത്യമായിട്ട് ഇത് നിങ്ങളുടെ ഐഡിയ തന്നെ അല്ലേ? സത്യമായിട്ട് എന്റെ ഐഡിയ. ചിത്ര, നീ ഇത് തീർച്ചയായിട്ടും സ്വീകരിക്കണം. ദേവതമാര് നമ്മുടെ പ്രേമത്തിന് വേണ്ടി മുകളിൽ നിന്ന് പുഷ്പവർഷം നടത്തുക. സത്യമായിട്ടും? നിന്നാണ് സത്യം. എന്നിന്നും തൊട്ടേ അമ്മേ, കൊള്ളായില്ലേ? കാലെത്തിയതുകൊണ്ടാട്ടാ. ടച്ചിങ് ക്യാൻസൽ. നിനക്ക് മീശ വളർന്നു എന്നല്ലാതെ പ്രേമിക്കാൻ അറിയില്ല. ഹലോ, ഞാൻ നിങ്ങളുടെ സീതയാ. എന്റെ ശബ്ദം ഇത്ര പെട്ടെന്ന് മറന്നോ? ഞാൻ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾ എന്നെ ഇഷ്ടമല്ല എന്നാണല്ലോ പറയുന്നത്. എന്നെ ഇഷ്ടമല്ല എന്ന് പറയല്ലേ? പെണ്ണേ, നിനക്ക് പുണ്യം കിട്ടും. എന്നെ വെറുതെ വിട്. നീ ഇങ്ങനെ ദിവസവും വിളിച്ച് കിളവിയായി പോകും കേട്ടോ. എന്റെ കല്യാണം കഴിഞ്ഞതാ, ഭാര്യ അടുത്തുണ്ട്. അയ്യോ, അങ്ങനെയാണോ? ഞാൻ നിങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളെ വേറൊരു പെണ്ണിനെ കുറിച്ചാണല്ലോ പറയുന്നത്. എന്തു പറഞ്ഞോ ഏത് പറഞ്ഞോ, അതൊരു ചിത്ര വിചിത്ര ഗാഥ, ബാധ പോലെ.
ചിത്രേ, വല്ലാത്ത ടെൻഷനിലാ ഞാൻ. ടെൻഷൻ എന്തിനാ? ആദ്യത്തെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, ഒരു വശത്ത് ഹാപ്പിനെസ്, ഒരു വശത്ത് നീയും. ഇതൊക്കെ കാണുമ്പോ ഈ രാത്രിയിൽ എനിക്കും ലോല വികാരങ്ങൾ വരില്ലേ? ബാബാ ഇരിക്കേ. എനിക്ക് പ്രേമിക്കണം. അതിന് നമ്മൾ രണ്ടുപേരും ഒന്നാകണം. വാ, നേരം പോകുന്നു. എനിക്കൊരു സത്യം ചെയ്തു തരൂ. നീയാണ് സത്യം, എന്നെ വിശ്വസിക്കേ. വേണ്ട, എനിക്ക് പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതാ ഇഷ്ടം. അതിനെന്താ, കല്യാണം കഴിഞ്ഞില്ലേ, ഇനി പ്രേമിച്ചുകൊണ്ടേ ഇരിക്കാലോ. ആദ്യം എന്നെ പ്രേമിച്ച് നടക്ക്, പിന്നെ കല്യാണം. അതൊക്കെ വലിയ കഷ്ടപ്പാടല്ലേ, എന്തിനാ? നമ്മുടെ പ്രേമം കണ്ടിട്ട് പറവുകൾ ചിറകടിക്കണം ആകാശത്ത്, അന്തരീക്ഷത്തിൽ തണ്ടുണ്ടാവണം, ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാവണം. അത് മാത്രമല്ല, പിന്നെ നിങ്ങൾ എന്നോട് പറയണം ഐ ലവ് യു എന്ന്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടക്കാൻ പോകുന്നില്ല. കിഴങ്ങേശ്വരൻ, ഇത് നടന്നില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇത് അന്യായമാണ് ചിത്ര. ഈ വിഷയം നീ ആരോടും പറയില്ലെന്ന് വാക്കുതാ. ചിത്ര, വാക്കുതാ. ഇപ്പൊ പറ, വീണ്ടും ഫോൺ ചെയ്യോ? ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നാട്ടിലെല്ലാവർക്കും ഹണിമൂണാ, എനിക്കിനി എന്താണാവോ? പറയേണ്ടത് പറയേണ്ട പോലെ പറയാതെ പൊട്ടം കളിക്കുന്നു. പഠിപ്പിക്കാം. ഏയ്, ഞാൻ സമ്മതിക്കില്ല. ചിത്രക്ക് വീറെണ്ണ വേണമെങ്കില് കബഡി മത്സരത്തില ജയിക്കണം. അണ്ണനോട് മത്സരിക്കാനാണ് ഇത്തിരി ഇല്ലാത്ത പെണ്ണ്. ചുണൂലടിക്കാനുള്ള പരിപാടിയായിരുന്നു. വരവ് കണ്ട എന്നെ തള്ളി വെള്ളത്തിലാന്ന് തോന്നൂലോ. ആർപ്പിച്ചേടാ, ഞങ്ങളുടെ വീരണ്ണൻ ഗുസ്തിയില് കബഡികളിൽ ഒക്കെ വന്നവനാണ്. ധൈര്യമുണ്ടെങ്കിലും നേരിട്ട് നോക്ക്. വെല്ലുവിളിയാണോടാ? അങ്ങനെ തന്നെയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മോള് മത്സരത്തിൽ ജയിച്ചാ കാണിക്കും. ഞാൻ സമ്മതിച്ചു. സ്ഥലം ആകാശമാകട്ടെ ഭൂമിയാകട്ടെ, ടൈം പകലാകട്ടെ രാത്രിയാകട്ടെ, കരയിലാകട്ടെ കടലിലാകട്ടെ, തോറ്റു കൊടുക്കില്ല ചിത്ര. വീരയോട് ഇപ്പൊ തന്നെ പറഞ്ഞേരെ. കളത്തിലേക്ക് നീ വരുന്നോ അതോ ഞാൻ വരണോ? നീ ഒരു പേടിത്തൊണ്ടൻ, ഞാൻ വരാം. അപ്പൊ നമുക്ക് കബഡി മത്സരം ആരംഭിക്കാമല്ലോ. തലയാണോ വാലാണോ? എപ്പോഴും തല. തല. പുറത്തോ അകത്തോ? അകത്ത് തന്നെ. പൂക്കളെല്ലാം അവിടെ നോക്കുവാണല്ലോ. സൂര്യൻ പിന്നെ ആണല്ലേ. സൂര്യൻ ആ ദിശയിലാണോ? പൂവിന്റെ കാര്യം പറഞ്ഞെന്ന് പോയി കളത്തിൽ നിൽക്ക്. കളി തുടങ്ങാലോ അല്ലേ? ഹലോ, റൂൾസ് ഒക്കെ അറിയാലോ. നീ ടെൻഷൻ പിടിപ്പിക്കല്ലേ, ഞാനിത് ആദ്യമായിട്ടാ. പിള്ളേരെ പോലെ സംസാരിക്കല്ലേ. പന്തയം വെച്ചത് നിങ്ങളാ. ഈ ലൈഫ് ലൈനിൽ നിങ്ങൾ തോറ്റ ലൈഫ് ലോങ് നിങ്ങൾക്ക് എന്നെ തൊടാനാവില്ല. ഞാൻ എന്റെ വഴിക്ക് പോകും. അയ്യോ, പിന്നെ അവള് കണ്ടീഷൻ വെച്ചല്ലോ. ശരി, നോക്കാം. എന്താ നിക്കണ ചെല്ലുന്ന്? വേഗം ചെന്നവളം മലത്തി അടിക്ക്. കബഡി 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 കബഡി. നിൽക്കുമ്പോൾ അടിമുടി അണപൊട്ടി ഒഴുകുമ്പോൾ കരവിരുത് കവിതകൾ എഴുതുമ്പോൾ ആണിനെ കണ്ടപ്പോ നാണിച്ചേ, ആദ്യത്തെ കാഴ്ചയിൽ മോഹിച്ചേ. ആണിനെ കണ്ടപ്പോ നാണിച്ചേ, ആദ്യത്തെ കാഴ്ചയിൽ മോഹിച്ചേ. പച്ചക്കരിമ്പിന്റെ തുണ്ടൊത്ത മാറത്ത് പിച്ചളക്കുമിള തുടിക്കും പെണ്ണാടെ 10 വിരൽ കലപതിയും. പിച്ചളക്കുമിള തുടിക്കും പെണ്ണാടെ 10 വിരൽ കലപതിയും.
ശൃംഗാരലോലയായി വന്നല്ലോ, ഈ ഭക്ഷോജ കുങ്കുമം തന്നല്ലോ. ഉല്ലാസവേളകൾ നമ്മുടെ മനസ്സിൽ, സുഖസല്ലാപവേളകൾ തന്നല്ലോ എന്റെ തോഴി. ഇളയോടെ നോക്കുമെന്നെ വീണപ്പോൾ നീ ലാളിച്ചു, മാറിനോട് ചേർത്തു നിർത്തി രാഗദാഹത്തേനലയിൽ മാരതാപ വേഗമേറ്റി മതിമയക്കിയും മകളാൽ, മാരതാപ വേഗമേറ്റി മതിമയക്കിയും മകളാൽ. പച്ചക്കരിമ്പിന്റെ തുണ്ടൊത്ത മാറത്ത് പിച്ചളക്കുമിള തുടിക്കും പെണ്ണാളെ 10 വിരൽ കലപതിയും. മതം പൊട്ടി നിൽക്കുമ്പോൾ അടിമുടി അണ പൊട്ടി ഒഴുകുമ്പോൾ കുറുമൊഴിയായി കുളിർമഴയായി കുനുകുനെ നാണം പൊഴിയുകയായി, പുതുമലരായി നറുമണമായി മിഴികളിൽ മോഹം വിടരുകയായി. ധീരാ സകല കല ധീരാ, വീഥികൾ പാടും നിഞ്ചയഗാഥ. ഒട്ടുകുത്തി ഞാനൊരുങ്ങി വന്നിടട്ടെ, സപ്രമഞ്ചക്കട്ടൽ നിനക്കൊരുക്കിടട്ടെ, കൈകളാലി വിളക്കിൻ കണ്ണു പൊത്തട്ടെ, നീ കാണാത്ത നിധി ഞാൻ കാഴ്ചവെക്കാം അതിവരുവോളം. രാഗവതി നീ റാണിയായൻ അരികിലേക്ക് വന്നിടുമ്പോൾ ഒരു വസന്ത പിറവി എന്നിൽ നിറനിലാവിനുദയമായി. പാൽക്കടൽ എന്നകതാരിൽ പ്രാണഹർഷം തനുവാകെ, പാൽക്കടൽ എന്നകതാരിൽ പ്രാണഹർഷം തനുവാകെ. മാരിവില്ലിൻ തേരിലേറി 7 വർണ്ണ ചിറകൊടെ പോകുന്ന ശുഭവേള, സ്വർഗം തീർക്കുന്ന ലയമേള. ആശിച്ചൊരാട്ടുണയെ ദിനവും പ്രാർത്ഥിച്ചു ഞാൻ നേടി, കാത്തുവച്ച മോഹമെല്ലാം പതിരിട്ടു, അറ്റുനോറ്റ സ്വപ്നങ്ങൾ പുഷ്പിച്ചു. മാരിവില്ലിൻ തേരിലേറി 7 വർണ്ണ ചിറകോടെ പോകുന്ന ശുഭവേള, സ്വർഗം തീർക്കുന്ന ലയമേള, പോകുന്ന ശുഭവേള, സ്വർഗം തീർക്കുന്ന ലയമേള. ആണിനെ കണ്ടപ്പോ നാണിച്ചേ, ആദ്യത്തെ കാഴ്ചയിൽ മോഹിച്ചേ, പച്ചക്കരിമ്പിന്റെ തുണ്ടൊത്ത മാറത്ത് പിച്ചളക്കുമിള തുടിക്കും പെണ്ണാളെ 10 വിരൽ കലപതിയും. പിച്ചളക്കുമിള തുടിക്കും പെണ്ണാളെ 10 വിരൽ കലപതിയും. എന്നാ ഞാനും ശരി. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് വെങ്കിട്ടറായിഡു. നിങ്ങളെ ഒന്ന് കാണാമെന്നതാ. പറയണം. ഞാനൊരു കച്ചവടക്കാരനാ. ഭൂമി വാങ്ങലും വെക്കലുവാ എന്റെ പണി. എനിക്ക് ആവശ്യമില്ലാത്തത് വിൽക്കാറാണ് പതിവ്. ആവശ്യമുള്ളത് കൈവശം വെക്കും ഞാൻ. അതാ എന്റെ ശൈലി. നിങ്ങളുടെ നാട്ടിലെ ഭൂമി എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ വാക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് വേദവാക്യമാണല്ലോ. അവരുടെ ഭൂമി എനിക്ക് തരാൻ പറയണം നിങ്ങൾ. കാശ് എത്ര വേണമെങ്കിലും മുഖത്തെറിയാം ഞാൻ. എന്റെ വാക്ക് ഈ നാട്ടുകാർക്ക് വേദവാക്യമാണെന്ന് നിങ്ങൾ അറിയുന്ന പോലെ എന്റെ പേരിലെ ആദ്യ 2 അക്ഷരങ്ങൾ നിങ്ങൾക്കറിയാവല്ലോ. വീര. വി എന്നാൽ വിനയം. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നതുകൊണ്ട് ഞാൻ വിനയം കാണിച്ചു. രാ എന്നാൽ രാക്ഷസത്വം. അത് നിങ്ങൾ കാണാൻ നിൽക്കാതെ എന്റെ ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന അവസരത്തിന് മുൻപേ എല്ലാവരും ഇവിടുന്ന് സ്ഥലം വിട്ടാൽ അത് വളരെ നന്നായിരിക്കും. ചോദിക്കുന്നത് തരാൻ മടിക്കുന്നവരാരുമായിക്കൊള്ളട്ടെ. എനിക്കെന്ത് വേണമോ അത് പിടിച്ചെടുക്കുന്നത് നല്ല പ്രവൃത്തി അല്ലെങ്കിൽ കൂടെ ചെറുപ്പം തൊട്ടുള്ള എന്റെ ശീലം അങ്ങനെയാ. ഞാൻ വിചാരിച്ച നിന്നെയും നിന്റെ ഗ്രാമത്തെയും നശിപ്പിക്കും. മത്സരിക്കണോ? 500 ഏക്കർ വാഴത്തോപ്പ്, 5 ഏക്കറിലുള്ള എന്റെ വീട്, ലക്ഷക്കണക്കിന് ആളുകൾ എന്നോട് കാണിക്കുന്ന ആദരവ്, ഇതിലേത് വേണമോ അത് സ്വീകരിക്കുന്നത് നിന്റെ ഇഷ്ടം. നീ എന്റെ നാട്ടിൽ കൊടികുത്താൻ പോകുന്നോ അതോ ഞാൻ നിന്റെ നാട്ടിൽ കൊടികുത്താൻ ഇറങ്ങണോ? അത് നീ തീരുമാനിച്ചോ? തീരുമാനിച്ചു. നിന്റെ അവസാനം എന്റെ കൈകൊണ്ടാണെന്ന്. ദൈവം മനുഷ്യന് തന്നത് ഒന്ന് സഹനമാണ്, മറ്റൊന്ന് വകതിരിവ്. എനിക്കത് രണ്ടും എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഞാൻ സഹിക്കുന്നത് വരെയാ നിന്റെ ആയുസ്. അതിന്റെ നിയന്ത്രണം തെറ്റിയാൽ പിന്നെ നിന്റെ ശവമായിരിക്കും. ഓടാ.
അണ്ണാ ഇവൻ വീരന്റെ ആളാ, ഇവൻ ഒപ്പിടാൻ പറ്റിയാലെന്ന്. പുരുഷോത്തമ, പറയുമ്പോ ഒപ്പിടാൻ ഇത് ഓട്ടോഗ്രാഫ് അല്ല, അവന്റെ കിടപ്പാടവാ. എന്തു പറ്റി? അണ്ണാ വീരയുടെ പെണ്ണ. ഓ വെങ്കടനായിഡോ, വീര ഒരു അത്യാവശ്യത്തിന് പുറത്തു പോയിരിക്കാണ്. നിന്റെ ആയുസ് തീരണ്ടെങ്കിൽ വേഗം ഇവിടുന്ന് പൊയ്ക്കോ. പോയില്ലെങ്കിൽ അല്ലെങ്കിൽ 3 പേര് ശവങ്ങളായി തീരും. സബാഷ്, വീരന്റെ ഭാര്യയല്ലേ, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവന് ജീവനല്ലേ. നിനക്കും ഒരു വ്യത്യാസവുമില്ല. പൊക്കോളാം ഞാൻ. എല്ലാവരും ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ പൊക്കോളാം. എടാ വെട്ടി നിർത്തടാ. എടാ, ഇത് വീര കെട്ടിയ താലിയാ. ഈ താലിയാണ് സത്യം. ആരെങ്കിലും മുന്നോട്ട് വന്നാ അരിഞ്ഞു കളയും ഞാൻ. അരിഞ്ഞു കളയൊന്നോ? എന്നെ അരിയൊന്നോ? അരി എടാ, ഏയ്, എന്തിനടിച്ചിരിക്കുന്നേ? നീ അടിച്ച ഓരോ അടിയും എണ്ണി എണ്ണി ഞാൻ പക വീട്ടിയില്ലെങ്കിൽ വീരാടെ ഭാര്യ എന്ന് പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലടാ. വീരോ, എനിക്ക് തോറ്റ ചരിത്രമേ ഇല്ല. അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ അവളെ അടിച്ചത്. ചങ്കൂറ്റുണ്ടെങ്കിൽ എന്നോട് ഏറ്റുമുട്ടെ. അതേ ചരിത്രത്തെ സാക്ഷിയാക്കി പറയുന്നു. ചരിത്രത്തിന് കളങ്കമുണ്ടാക്കുന്ന നിന്നെ ചരിത്രത്തിൽ നിന്ന് തന്നെ പുറത്താക്കാൻ പോവാണ്. ഏയ്, ഞാൻ അവസാനമായി പറയുക, നിന്റെ നാട്ടിലെ ഊച്ചാളി റൗഡികളെ പോലെ എന്നോട് കളിക്കാൻ നിൽക്കരുത്. ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ എന്റെ രാക്ഷസ സ്വഭാവം നീ കാണും. എടാ, അടിച്ചു കൊല്ലടാവനെ. ഏത് മുഖം കൊണ്ടാ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? ഭീമനെ പോലെ വീരവാദം മുഴക്കി ഇറങ്ങി പുറപ്പെട്ടതാണല്ലോ. തലകുനിച്ചിപ്പോ വന്നിരിക്കുന്നു. ലജ്ജയില്ലേ നിങ്ങൾക്ക്? അവന്റെ തല അരിയാൻ കഴിയുന്നില്ലെങ്കിൽ സ്വന്തം തല മുണ്ടനം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതിനും കഴിയുന്നില്ലെങ്കിൽ മാളത്തിൽ എവിടെയെങ്കിലും പോയി ഒളിക്ക്. അവന്റെ ബലത്തെ പറ്റിയുള്ള എന്റെ കണക്ക് തെറ്റി. ഇനി മുതല് ഒരാണിന്റെ കൂടെയല്ല പെണ്ണിന്റെ കൂടെ ദാമ്പത്യം നടത്തിക്കൊള്ളാം ഞാൻ. ഇനി വളയിട്ട് സാരി ഉടുത്ത് നടന്നു. അതുവരെ ഞാൻ ആണുങ്ങളുടെ മുഖത്ത് നോക്കില്ല. രംബേ, അതുവരെ ഇവിടെ ഞാൻ കാലുകുത്തില്ല. ആണാണെന്ന് തെളിയിച്ചു തരും നിനക്ക്. നിക്ക്. ആ വീരനെ പിടികൂടി സദാശിവപുരത്തിലെ നടുത്തെരുവിലിട്ട് അവന്റെ തലയരിഞ്ഞ് കഷണം കഷണമാക്കി
അവിടുത്തെ കൊടിച്ചുപട്ടികൾ കിട്ടുകൊടുക്ക്. ചെല്ല്. വളരെ ശ്രദ്ധിക്കണം. അതുപോലെ നമസ്കാരം എസ് പി സാർ. എന്താ സാർ നോക്കുന്നത്? നിങ്ങൾ പോലീസുകാർക്ക് ആവശ്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആദ്യം നിങ്ങളുടെ അനിയനെ വിളിക്കേ. എസ് പി സാർ വളരെ സീരിയസ് ആണല്ലോ. ശ്രീനി, ഒരു ജ്യൂസ് പറയടാ. അവിടെ ഇരിക്കാം സാർ. ഞാൻ നിങ്ങളുടെ ജ്യൂസ് കുടിക്കാനൊന്നുമല്ല വന്നത്. ആദ്യം നിങ്ങളുടെ അനിയനെ കൊണ്ട് വിളിക്കേ. സാർ ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വരുന്നല്ലേ? ആ, എന്താ ഇത്ര തിടുക്കം? ജ്യൂസ് എവിടെ? എനിക്കെന്താ തിടുക്കം? കൊടുക്കണ്ടവര് കൊടുത്തോളൂ. എടുത്തോളൂ സാർ. സാറോ? എടുത്തോളൂ. എന്റെ വീടുമായിട്ട് ബന്ധമില്ലാത്തൊരു സാറെന്നല്ലേ വിളിക്കണ്ടേ? അതാ അവള് ചെയ്തത്. അവൾ അങ്ങനെ തന്നെ വിളിക്കുന്നത്? എന്നാ സാറിന് തന്നെ പറഞ്ഞൂടെ, എന്റെ മകളും നിന്റെ അനിയനും പ്രേമത്തിലാണ്, അവരുടെ കല്യാണം നടത്തി കൊടുത്താൽ അത് നന്നായിരിക്കുമെന്ന്. പ്രേമിക്കുന്നു എന്നറിഞ്ഞത് ഇപ്പോഴാണല്ലോ. നിങ്ങൾ സമ്മതിച്ച നിലയ്ക്ക് ഇനി വിവാഹം. വിവാഹോ? അതിനാരും സമ്മതിച്ചു? ഇയാള് സമ്മതിച്ചല്ലോ. ഇയാൾ ആരാ സമ്മതിക്കാൻ? അതിനു മുമ്പ് അവിടെ സമ്മതിക്കണം. അവിടെ ആര്? ഇയാളുടെ ഡിയറസ്റ്റ് അനിയത്തി. ഹലോ, കാര്യങ്ങളൊക്കെ ചേട്ടൻ പറയും. എന്താടാ നിനക്ക് തന്നെ പറഞ്ഞൂടെ, എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? അതണ്ട, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അധികപ്പെട്ടായാലോ? ശരി ശരി, തീരുമാനിച്ചടി. എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ തന്നെ തമാശ വിടുമോളെ. നിനക്ക് എപ്പ സൗകര്യം അപ്പ ശുഭലഗ്നം, അപ്പ തന്നെ മുഹൂർത്തം. മോളെ, ചിറ്റമ്മയെ കൂടി വിളിച്ചോ? നേരത്തെ വിളിച്ചു കഴിഞ്ഞു. വളരെ സന്തോഷം. ചിത്ര ചിത്ര ചിത്ര, എന്നടുത്ത് കറക്കട്ടെ. ഈ ആനന്ദം ഞാൻ നിന്നോട് പിന്നെ എങ്ങനെയാ പ്രകടിപ്പിക്കണ്ടേ? എന്നാലും കൊല്ലും ഞാൻ. നിങ്ങളെ പ്രേമിക്കുന്നത് എന്നെയല്ല, എന്റെ വയറ്റില് വളരുന്ന നമ്മുടെ കുഞ്ഞിനെയാ. ശ്രീനി, എന്താ? എന്തു പറ്റി? എടാ, പെങ്ങള് വരുന്നുണ്ട്. ഈ വീട്ടിലൊരു ബ്ലേഡ് പോലും കാണാൻ പാടില്ല. ശരി. എടാ, ഈ കാടും പടലൊക്കെ വടിച്ചു കളാ. പോ 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 പോ. താടി പോയത് സാരമില്ല, എന്റെ മീശ മാത്രം അവിടെ ഇരുന്നോട്ടെ ചേട്ടാ. ക്ഷമിക്കടാ, അനിയത്തിക്ക് വേണ്ടി ഞാൻ നിങ്ങളെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിന് വേണ്ടി ജീവിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതം ബലിയർപ്പിക്കാൻ വരെ തയ്യാറാണ്. ചേച്ചിയുടെ കൂടെ ചിറ്റയും വരുന്നുണ്ടോ? ചെറുപ്പത്തിലെ ചിറ്റ നമ്മളെ വിട്ടുപോയതല്ലേ. ചിറ്റ ഇപ്പൊ വിളിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇതുപോലൊരു അവസരം പിന്നീട് ഉണ്ടായെന്ന് വരില്ല. സത്യ, സുഖമാണല്ലോ. ചിറ്റ വന്നിട്ടില്ലേ? വരൂ ചിറ്റേ. ചിറ്റ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം. എന്നെ മാത്രം കെട്ടിച്ചയച്ചാ മതിയോ? ഇയാൾക്ക് വേണ്ടേ? അതല്ലടാ, നീ ഒരു ഡോക്ടറല്ലേ, നിനക്കൊരു ഡോക്ടറെ കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാ. ഇതെന്താ, ഇവൻ ഗുണ്ടായി പോയല്ലോ. ഇവിടെയൊക്കെ ആകെ മാറിപ്പോയല്ലോ. എന്റെ മനസ്സിൽ ഇപ്പോഴാ പഴയ ഓർമ്മകളാ. നമ്മുടെ കാര്യങ്ങളൊന്നും പെങ്ങൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയോ? എന്തുപറ്റി വാമോളെ? ഞാൻ വരില്ല. എന്താ എന്തുപറ്റി? ആരതി ഇല്ലാതെ ഞാൻ എങ്ങനെ അകത്തേക്ക് കയറുന്നേ? വന്നല്ലോ സത്യ. ഹായ്. ആരതി എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാ. അല്ല എടുത്തി, ഇപ്പൊ ഏട്ടത്തി ചേട്ടനെ പറ്റിയാണോ വർണ്ണിക്കുന്നത്, അതോ ചേട്ടൻ ഏട്ടത്തിയെ പറ്റിയാണോ വർണ്ണിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ മോളെ, ഈ വീട്ടിൽ നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് സ്ഥാനം. ഏട്ടാ, എന്താ മോളെ? ഏട്ടൻ അച്ഛനാകാൻ പോകുന്ന സന്തോഷത്തിലല്ലേ നമ്മൾ? അതിനെന്താണെന്നോ? പിറക്കാൻ പോകുന്നത് നമ്മുടെ അച്ഛനാണോ അമ്മയാണോ? വെറുതെ വാചകടിച്ചാ പോരാ. ഡോക്ടറല്ലേ നീ, നീ തന്നെ നോക്കിക്കൊണ്ടോ. അതേ എടുത്തി, ഞാൻ തന്നെ നോക്കുന്നേ. സൂപ്പർ ആയിരിക്കുന്നേട്ടാ, വളരെ ഭംഗിയായിട്ടുണ്ട്. എല്ലാം നിന്റെ ചേട്ടന്റെ ഐഡിയ. കുഴപ്പമായല്ലോ. ഇത് നിന്റെ ചേച്ചി ഗർഭിണിയല്ലേ? ഗർഭിണികൾ പേടിക്കാതിരിക്കാൻ വേണ്ടി ഇരുമ്പ് വെക്കണമെന്ന് പറയാറുണ്ട്. അതാ പണ്ടുള്ളവർ തുടങ്ങി വെച്ചതാ ഒരു ചടങ്ങ്. ഇരുമ്പ് തലക്കടി വെച്ചോണ്ട് തുടങ്ങിയ പേടി സ്വപ്നം കാണില്ലെന്നാ. എന്തായാലും ശരി, അതെടുത്ത് പുറത്ത് കളാ. ശരി, ഓക്കെ. ഇപ്പൊ സന്തോഷമായല്ലോ. ചെല്ല്. സത്യ, അവിടെ നിക്കടി. അതെങ്ങനെ ഇവിടെ വന്നേ?
ഒരു കുത്തുവെച്ചൊന്നുണ്ടല്ലോ, എല്ലാം കളഞ്ഞു. അത്യാവശ്യത്തിന് ഒരു കത്തിയെങ്കിലും വേണ്ടെന്ന് കരുതി ഞാനെടുത്ത് മാറ്റി വെച്ചതാ കുരങ്ങ. ഇത് കത്തിയല്ലേ? ഇത്തവണയും ടെൻഡർ നമുക്ക് കിട്ടിയില്ല. വീരയും പെങ്ങളും അമ്പലത്തിലുണ്ട്. ഇപ്പൊ ചെന്നാ നമുക്ക് അവനെ പൂട്ടാം. ഇനി ഇതിലും വലിയ ചാൻസ് കിട്ടില്ല. ഇറങ്ങുമോളെ. നമസ്കാരം. 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 മോളെ സുഖാണോ? തിരുമേനി, ഇത് വാങ്ങി അകത്ത് കൊണ്ടുപോയി അഭിഷേകം ചെയ്ത് അനിയത്തിന്റെ കയ്യിൽ കൊടുത്ത് അങ്ങോട്ട് കൊടുപ്പിക്കേ. ആയിക്കോട്ടെ മോളെ, തന്നോളൂ. തിരുമേനി, അഭിഷേകത്തിന് എത്ര സമയം എടുക്കും? അധികം താമസിക്കത്തില്ല. എന്താ പുറത്ത് ആളുണ്ടോ? അവിടെ കണ്ടില്ലേ? ഞാൻ കണ്ടു. പോയി അവരുടെ കാര്യം നോക്ക്. ഓം വിഘ്നേശ്വരായ നമഃ. ദേവതാകാരി സിദ്ധാർത്ഥി സഭാസ്തംഭ സമത്വം. എല്ലാവരെയും ശരിപ്പെടുത്തിയോ? നീ എന്താ വിചാരിച്ചേ? കള്ള കഴിവേറി, നിനക്ക് ഇവിടെ കേറി വരാൻ എങ്ങനെ ധൈര്യം വന്നു? പറയടാ, നിന്നെ നിന്നെ ഞാനിപ്പോ പറയടാ. എന്താ മോളെ? ഒന്നിങ്ങ് വാ. എന്താ മോളെ, എന്തുപറ്റി? ഈ കൊച്ചേട്ടൻ എന്താ ചെയ്തെന്നറിയോ? ഈ വീട്ടിൽ എന്ത് നടക്കരുതെന്ന് വിചാരിച്ചു അതാ നടന്നത്. രക്തം ഒഴുകുന്നത് വരെ അടിച്ചു. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ? ഏട്ടനെ കണ്ടില്ലേ എത്ര ശാന്തനാ. കൊച്ചേട്ടൻ എങ്ങനെയായി പോയല്ലോ. ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ പോവാ. മോളെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എന്നെ വിശ്വാസമില്ലേ? എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യേ. കൊച്ചു പിള്ളേരെ പോലെ ആയാലും ഏട്ടനാണെങ്കിൽ സാരില്ല, ഇത് അനിയനല്ലേ. കുറ്റം ചെയ്തവർ സ്വയം സത്യം ചെയ്തിട്ട് കാര്യമില്ല. ഏട്ടനെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം. എന്താ ആലോചിക്കുന്നേ? ചെയ്യേ. സംശയിക്കണ്ട, ചെയ്യ. സത്യ, ഇനി ടെൻഷൻ വേണ്ട. എന്നെ തൊട്ട് സത്യം ചെയ്തില്ലേ? ഇനി ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ വാക്ക് തരാം. ഇനി ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ. വാ എന്റെ പൊന്നാങ്ങളെ. ചിത്ര, നീ എന്തേ കാണിച്ചേ? എനിക്ക് എന്ത് സംഭവിച്ചോട്ടെ, എന്നാ നിങ്ങൾക്ക് എന്തെങ്കിലും ആയാ ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാൻ എത്ര ഭാഗ്യവാനാണ്. അവനെ കൊന്നു തള്ളിയിട്ട് വരാതെ എന്നോട് കൊല്ലണമെന്ന് പറയാൻ വേണ്ടി വന്നതാ നീ? വെറും പാത്രത്തിൽ വെള്ളമൊഴിച്ചാൽ അത് വെറും വെള്ളം മാത്രമാണ്. അതേ വെള്ളം ശംഖിലൊഴിച്ചാൽ തീർത്ഥം. വീരനെ നിങ്ങൾ കൊന്നാൽ അത് ആണത്വമാണ്. വേറൊരുത്തനെ കൊണ്ട് കൊല്ലിച്ചാൽ അത് ധൈര്യമല്ല. വേറൊരുത്തനാണെങ്കിൽ അതുകൊണ്ട് വെറും സാധാരണ മരണമല്ല എന്റേത്, മറിച്ച് പകയോടെയുള്ള മരണമാ. വീരനെ കൊന്ന് ആത്മശാന്തി തരണം എനിക്ക്. ഞാൻ ചാകുന്നത് പക വീട്ടിൽ നിങ്ങൾ ജയിക്കാനാണ്. വിവാഹത്തിന് മുൻപേ എല്ലാവരും ചോദിക്കുന്നു വീരയുടെ അനിയന് എന്ത് ആസ്തിയുണ്ടെന്ന്. വരന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയണമല്ലോ. അനിയന്റെ പേരിൽ ഒരാസ്തിയുമില്ല. അങ്ങനെങ്കിൽ എല്ലാം നിങ്ങളുടെ പേരിലാ? 1 സെന്റ് ഭൂമി പോലും ഇല്ല. അവസാനത്തെ 6 അടി മണ്ണ് കൂടി
അങ്ങനെ ആവുമ്പോ നിങ്ങളുടെ സ്വത്തൊക്കെ ആരുടെ പേരിലാ? ചിത്രേ, എനിക്കും എന്റെ അനിയനുള്ള സ്വത്ത് മുഴുവൻ ഈ അനിയത്തിയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുക. ചിറ്റേ, അന്ന് ആസ്തി മൈനറുടെ പേരിൽ എഴുതരുതെന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? ഇന്ന് ഞങ്ങൾ മേജറായി. പെങ്ങളുടെ പേരിൽ എല്ലാ വസ്തുക്കളുടെ അവകാശം എഴുതി വെച്ചിരിക്കുക. ഞങ്ങൾക്കിതൊന്നും വേണ്ട. ചിറ്റ വെച്ചോളൂ. ജനങ്ങൾ മുഴുവൻ നിന്നെ ദൈവമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ അതെന്റെ മുന്നിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല എനിക്ക്. ദൈവമെന്നാൽ രൂപമല്ല, ഗുണമാണെന്ന് ബോധ്യമായി. നീ എനിക്ക് മകനായി പിറക്കാതിരുന്നതിലാണ് മനസ്സ് വിഷമിക്കുന്നത്. നിങ്ങളുടെ വസ്തുവകകൾ മൊത്തം എന്റെ മകൾക്ക് നൽകിയില്ലേ? പിന്നെ മോനെ നിങ്ങൾക്ക്. എന്റെ ചിറ്റേ, എന്റെ ആസ്തിയല്ല ഇദ്ദേഹമാണ്, ഇദ്ദേഹത്തിന് ഞാനും. ഇതാണ് വീരയുടെ സ്വത്ത്. ഇങ്ങനെ ഒരു കുടുംബത്തേക്ക് എന്റെ കുട്ടിയെ തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നോട് ക്ഷമിക്കണം. എന്തിനാ നീ ഫിറ്റായ? അതപ്പൊ കലക്കിയ വണ്ടിക്ക് പെട്രോൾ അടിക്കണ എന്തിനാന്നറിയില്ലേ? പറഞ്ഞു വരുമ്പോ നമ്മൾ ഇവിടെ നടത്താൻ പോണത് ഒരു മംഗള കർമാണ്. അതൊന്നും പറഞ്ഞിട്ട് നടത്താൻ പാടില്ല. എനിക്ക് സത്യം പറയാൻ മുട്ടണോ? വിളിക്കാം മോളെ, ഇങ്ങോട്ട് പോയോ. എന്താ മോളെ, എന്തു പറ്റി? പൊട്ടാസിനെ കാണാല്ലേട്ടാ. അവനെ ഞാനാ പുറത്ത് പറഞ്ഞോട്ടു. നീ വാ. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയപ്പോ ചേച്ചി ഇത് ഇത്ര പെട്ടെന്ന്. എനിക്കും അത് തന്നെയാ ഇഷ്ടം. പക്ഷെ ലീവ് ഇല്ലല്ലോ. അല്ലെങ്കിൽ ഇവരെ പോലെ ഫസ്റ്റ് നൈറ്റ് നീട്ടി വെക്കേണ്ടി വരും. ഒരു ഫസ്റ്റ് നൈറ്റും ഇല്ല മോളെ. അന്നെവിടായിരുന്നു കൊച്ചു കള്ളൻ? ഒരാഴ്ച കഴിഞ്ഞ് വരണേ മോളെ. എന്താ മോനെ, എക്സാം കഴിഞ്ഞ് വേഗം വിളിങ്ങി വരില്ലേ? പറഞ്ഞു വരുന്നത് അമ്മ വരുന്നില്ലെന്നാ? ഇനി എന്റെ മോനെ വിട്ട് ഒരു നിമിഷം കൂടി പിരിയാനില്ല. ജീവിതമോ മരണമോ മോന്റെ കൂടെ തന്നെ. ഇന്നു മുതൽ ഞാൻ ചിറ്റേന്നല്ല, അമ്മയെന്ന് വിളിക്കാം. എവിടെ പോയി കളഞ്ഞോ? ആണുങ്ങൾ പുറത്തു നിന്ന് വരുമ്പോഴാണ് ആരതി എടുക്കേണ്ടത്. പുറത്തേക്ക് പോകുമ്പോഴെടുത്താലേ വീട്ടിലെ മൊത്തം ഐശ്വര്യം കൂടെ പോവും. അല്ല ചിട്ടേ, ഞാൻ ആരതി എടുക്കുന്ന അതുകൊണ്ടല്ല. എവിടെ പോയാലും ആരതി ഒഴിഞ്ഞു പൊട്ടും വെച്ചേ ഞാൻ വിടാറുള്ളൂ. ആ ഏട്ടാ, കൊച്ചേട്ടന്റെ മേലൊരു കണ്ണു വേണം. എനിക്കൊന്ന് പേടിയാവുന്നു. നീ ഭയപ്പെടണ്ട, ഞാൻ നോക്കിക്കോളാം. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഓക്കെ, പോടാ. രേഖ, രേഖ,
മാഷേ, എന്താ എന്താ പറ്റിയേ? വീര, 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 അവിടെ ചിത്രയവന്മാര്. അമ്മേ, അമ്മേ, അമ്മേ. അജി, അജി. ഹോസ്പിറ്റലിൽ പോ. സീതയെന്ന് പറഞ്ഞന്ന് ഫോൺ ചെയ്ത ഓർമ്മയുണ്ടോ വീര? അത് ഞാനായിരുന്നു. വീര, എനിക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല. നിങ്ങൾക്കൊന്നും ഉണ്ടാവരുത്. എനിക്കിത് സഹിക്കാനാവില്ല. ചിത്ര, നീ വിഷമിക്കണ്ട, നിനക്കൊന്നും ആവില്ല. നിനക്ക് ഞാനില്ലേ? എപ്പോഴും ഈ നെറ്റിയിൽ പൊട്ട് വെച്ച് തരുന്നത് പോലെ ഇനി പൊട്ട് വെച്ച് തരാൻ ഞാൻ ഉണ്ടാവില്ല വീര. ചിത്ര, 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 ചിത്ര. അനിയത്തി സത്യ വേണ്ടപ്പെട്ടവരൊക്കെ കൺമുമ്പിൽ മരിച്ചു വീഴുന്നത് കണ്ട് മനസ്സ് നൊന്ത് വീരയിൽ നിന്ന് അകന്നുപോയി. അച്ഛന് കൊടുത്ത വാക്കു പാലിക്കാൻ അനിയത്തിന് മുമ്പിൽ വീരയ്ക്കൊരു നാടകം കളിക്കേണ്ടി വന്നു. സത്യക്കത് മനസ്സിലായില്ല. അനിയത്തിയെ ജീവന തുല്യം സ്നേഹിക്കുന്ന വീര 7 വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്ന് സത്യയുടെ രക്ഷ ഏറ്റെടുത്തിരിക്കുകയാണ്. ആരുമില്ലെങ്കിൽ എന്താ, ഞാനുണ്ടല്ലോ. ഇഷ്ടപ്പെട്ടവന് വേണ്ടി ജീവിതകാലം മുഴുവനും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. വീര, വീര, വീരാധിവീര, വാവീര. एक बार फ्री നിനക്ക് ഈ ഫിഗർ വൺസ് മോർ ചൊല്ലിയാൽ വഴങ്ങില്ല ഞാൻ ഷുവർ. സത്യമാണ് സൂപ്പർ, തന്റെ ബോഡിയുടെ ഷേപ്പ് കണ്ടാൽ ബാറ്റിൽ എത്ര സിക്സർ എന്ന് ഞാൻ അറിഞ്ഞില്ല. വീര 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 നിന്നെ കെട്ടാൻ വന്നതാണ്. പാട്ടെനിക്കു തന്നാൽ ഇടവിളയില്ല. സെഞ്ചുറി മഴയിൽ കുളിക്കാൻ മഴ.
വരിഞ്ഞു കെട്ടി വരിക വീര വാതു വെച്ചും നീ വിളയാടുവ വലതു കാലു വച്ചു നീ വന്നു കേറിയാട്ടെ വീര വീര വീരാതി വീര 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 വാവ വീര 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 വീരാതി വീര 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 വാവ വീര. ചെറിയതാണി കോവിലെന്ന് തോന്നിയെങ്കിൽ തെറ്റിയട കാണും പോലെ അല്ല ഉള്ളിലുള്ള ദേവത. വീര 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 എന്നെ പുൽകു ചാരുശീല. മണ്ഡപങ്ങൾ കെട്ടി മഞ്ചരികൾ ചാർത്തി മല്ലിക പൂന്തോപ്പിൽ വന്നേ വന്നേ. കാണേ കാണേ മുഖമുദിച്ചു കാതിൽ കാവന്റെ കാലൊച്ച കേട്ടു പാല് കൊണ്ടുവന്നേ ഫീൽ ചെയ്തു നിന്നെ പാതിരാത്രിയായി നേരം പോയി. വീര വീര വീരാതി വീര എൻ മനസ്സിൽ സരിഗമ നിൻ മനസ്സിൽ പദനിസ ഒന്നായാൽ സകല കല ശൃംഗാരലീല. ആത്മാവിനുള്ളിലെ ആവേശജാല ആദ്യത്തെ സുഖമുള്ളൊരനുഭൂതി നീ തന്നവേ. കസരടി കസരടി രാജാത്തിയായി വീര വീര വീരാതി വീര ഭാവ വീര 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 വീരാതി വീര ഭാവ വീര രസിക രാജ. രസിക രാജ ഓ രസിക രാജ രസിക രാജ. പഞ്ചബാണന്റെ മച്ചകത്തിൽ വന്നു മേനിയാകെ ചാർത്തി ശൃംഗാരമുദ്ര. വീര വീര സല്ലാപലോല വീര വീര ഉല്ലാസ വീര. പുലരുവോളം എന്നിൽ പ്രാണഹർഷമേകി തേരിലേറ്റി മെല്ലെ ആമോദത്താൻ. വീര വീര ഉല്ലാസ വീര. യൗവനത്തിൻ തന്ത്രികൾ നീ മുറുക്കി കരളിത സ്വപ്നത്തിൻ തമ്പുരു നീ നീട്ടി. 60 കലകളിലെ അത്ഭുതങ്ങൾ കാട്ടി സിരയിൽ സീൽക്കാര സ്വരജതികൾ തീർത്തു നീ തോ. അടിമുടി രോമാഞ്ച കഞ്ചുകങ്ങൾ ചാർത്തി. വീര വീര വീരാതി വീര ഭാവ വീര 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 വീരാതി വീര ഭാവ വീര വീര വീര. ACP ശ്യാമിന് നേരെയുണ്ടായ ആക്രമണത്തിൽ രക്ഷിക്കാനെത്തി മൃതപ്രായനായ ACPയുടെ സെക്യൂരിറ്റി ഓഫീസർ വീരയെ ശ്യാമിന്റെ ഭാര്യ ഡോക്ടർ സത്യ ദീർഘനേരത്തെ ഓപ്പറേഷന് ശേഷം രക്ഷപ്പെടുത്തി. ചേട്ടനെ അനിയത്തി രക്ഷിച്ചല്ലേ? അവൻ ചത്തെന്നാ ഞാൻ കരുതിയത്. ജീവിച്ചിരിക്കുന്നുണ്ടെന്നോ? എടാ വീരോ, ഹലോ വന്നോടാ. എടാ ഓടിപ്പോയല്ലേ? ഓടിപ്പോകാൻ മാത്രം ഞാൻ നിന്നെ പോലൊരു ഊച്ചാളിയല്ലടാ, പൗരുഷമുള്ളവനാ. എവിടെ ഉണ്ടടാ? അന്നൊരു തവണ നിന്നെ അർദ്ധപ്രാണനോടെ വിട്ടയക്കാൻ ദയവ് കാട്ടിയവനല്ലടാ ഞാനിപ്പോ. നീ എന്റെ ആളുകളെ കൊന്ന അവിടെ ഉണ്ടടാ ഞാനിപ്പോ. വാ വാ വരുന്നടാ, അവിടെ തന്നെ നിൽക്ക. അത് നിന്റെയൊക്കെ ജീവൻ എടുക്കാനുള്ള ആയുധമാടാ. നിന്റെ ഭാര്യയുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ കുത്തിക്കൊന്ന ആയുധം. 7 വർഷങ്ങളായി നിന്റെ കഴുത്തറുക്കാൻ ഞാൻ കാത്തു സൂക്ഷിച്ച് വെച്ചിരുന്നതാടാ ഇത്.
ചത്ത് ജീവിച്ചിട്ടും നിനക്ക് ബുദ്ധി ഉദിച്ചില്ലേ? നീ കത്തിയിൽ വിശ്വസിക്കുന്നു, ഞാൻ ഈ മണ്ണിൽ വിശ്വസിക്കുന്നു. മണ്ണിനെ വിശ്വസിച്ച എന്റെ അച്ഛൻ ജനിച്ച് മരിച്ച മണ്ണാണിത്. നിന്നെ പോലുള്ള രാക്ഷസനെ നശിപ്പിക്കാൻ ജനം ദൈവത്തെ വിളിച്ചതിന് നിയോഗിക്കപ്പെട്ടവനാടാ ഞാൻ. ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെയാ ജീവൻ തിരിച്ചു കിട്ടിയത്? നീ എന്റെ കൈകൊണ്ട് തന്നെ ചാവാനാടാ. വിളിച്ചു വരുത്തിയത് ചാവാനല്ലടാ, കൊല്ലാൻ. വാ. ഞെട്ടി വിറക്കട്ടടാ, എടുക്ക്. വാ 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 വാ. വിടരുതേട്ടാ, കൊന്നുകള. അച്ഛൻ പറയാറുള്ളതാണ് ശരി, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണം. ഭീകരന്മാർ ജീവിക്കാൻ പാടില്ല. കൊന്നേക്കേട്ടാ, കൊന്നുകള.